സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിസം ആണ്. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക്സിൻ്റെ കുറച്ച് ബേസിക് ടേംസ് നമ്മൾ നോക്കി. ഇനി ബാക്കിയുള്ള ടേംസും പിന്നെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, സെൽഫ് ഇൻഡക്റ്റൻസ്, മ്യൂച്വൽ ഇൻഡക്റ്റൻസ് അതുപോലത്തുള്ള ടേംസാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഇന്നത്തെ ടോപ്പിക്കോടുകൂടി ഇലക്ട്രോമാഗ്നറ്റിസം തീരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർന്നിട്ട് നമുക്ക് നേരെ നെക്സ്റ്റ് ഫ്രൈഡേത്തെ ക്ലാസ് മുതൽ ഇലക്ട്രിക്കൽ മെഷീൻസിലേക്ക് കടക്കാം. ഓക്കെ, ഒന്ന് മാഗ്നറ്റിക് സർക്യൂട്ട്. എന്താണ് മാഗ്നറ്റിക് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഇസ് എ ക്ലോസ്ഡ് പാത്ത് ഫോളോഡ് ബൈ മാഗ്നറ്റിക് ഫ്ലക്സ്. ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് പോകുന്ന ക്ലോസ്ഡ് പാത്തിനെ വിളിക്കുന്ന പേരാണെന്ത്? മാഗ്നറ്റിക് സർക്യൂട്ട്. ദ ക്ലോസ്ഡ് പാത്ത് ഫോളോഡ് ബൈ മാഗ്നറ്റിക് ഫ്ലക്സ് ഈസ് കോൾഡ് മാഗ്നറ്റിക് സർക്യൂട്ട്. ഇനി മാഗ്നറ്റിക് സർക്യൂട്ടിൽ ജനറലി മെറ്റീരിയൽസ് ഉണ്ടാവും. ആ മെറ്റീരിയൽസിൻ്റെ പെർമിയബിലിറ്റി എന്തായിരിക്കും? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയിരുന്നു. എന്തായിരിക്കും? ഹൈ പെർമിയബിലിറ്റി ഉള്ള മെറ്റീരിയലാണ് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? മാഗ്നറ്റിക് സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്നത്. പെർമിയബിലിറ്റി എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്ലക്സിനെ പാസ് ചെയ്യിപ്പിക്കുന്ന ആ പ്രോപ്പർട്ടീനെ വിളിക്കുന്ന പേരാണ് എന്ത്? പെർമിയബിലിറ്റി. ഓക്കെ, അപ്പോൾ മാഗ്നറ്റിക് സർക്യൂട്ട് യൂഷ്വലി കൺസിസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് ഹാവിങ് ഹൈ പെർമിയബിലിറ്റി. എക്സാമ്പിൾ അയൺ, സോഫ്റ്റ് സ്റ്റീൽ, സിലിക്കൺ സ്റ്റീൽ എക്സെട്ര. ഈ മെറ്റീരിയൽസ് യൂസ് ചെയ്യാൻ കാരണം എന്താ? ഇറ്റ് ഓഫേഴ്സ് വെരി സ്മോൾ ഓപ്പോസിഷൻ ടു ദ ഫ്ലോ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. മാഗ്നറ്റിക് ഫ്ലക്സിനെ ഓപ്പോസ് ചെയ്യുന്നത്, അത് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റിലക്റ്റൻസ് എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്, നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നതാണ്. അപ്പോൾ ഈ മെറ്റീരിയൽസിനൊക്കെ എന്തായിരിക്കും? പെർമിയബിലിറ്റി കൂടുതലായിരിക്കും, റിലക്റ്റൻസ് എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, അതാണ് മാഗ്നറ്റിക് സർക്യൂട്ട്. മാഗ്നറ്റിക് ഫ്ലക്സ് പോകുന്ന പാത്തിനെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് സർക്യൂട്ട്. നെക്സ്റ്റ്, മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ് അല്ലെങ്കിൽ MMF. നമ്മുടെ ഇലക്ട്രിക് സർക്യൂട്ടിൽ EMF പഠിച്ചിട്ടുണ്ട്, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. അതേപോലെ മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ് ഉണ്ട് മാഗ്നറ്റിക് സർക്യൂട്ടിൽ. ദ ഫോഴ്സ് ദാറ്റ് പ്രൊഡ്യൂസസ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് കോൾഡ് MMF. ദ ഫോഴ്സ് ദാറ്റ് പ്രൊഡ്യൂസസ് ദ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് MMF അല്ലെങ്കിൽ മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ്. ഓക്കെ, ഇപ്പോൾ പറഞ്ഞ പോലെ ഇലക്ട്രിക് സർക്യൂട്ടിൽ കറണ്ട് ഉണ്ടാവാനുള്ള കാരണം എന്താ? ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് അല്ലെങ്കിൽ EMF ആയിരുന്നു. ഓക്കെ, അതേപോലെ മാഗ്നറ്റിക് സർക്യൂട്ടിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻഡ്യൂസ് ചെയ്യാനുള്ള ഫോഴ്സ് ആണ് ആര്? മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ്. ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ EMF കാരണം കറണ്ട് ഉണ്ടാകുന്നത് പോലെ മാഗ്നറ്റിക് സർക്യൂട്ടിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവാനുള്ള കാരണമാണ് എന്ത്? മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ്. ഓക്കെ, ഇനി നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ് MMFൻ്റെ ഒരു ഇക്വേഷൻ N ഇൻറ്റു I. N ഇൻറ്റു I. അതിൽ N എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ കോയിൽ. കോയിലിൽ ഉള്ള നമ്പർ ഓഫ് ടേൺസ്. അതിൽ I എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ കോയിൽ. ഈ ഫിഗർ നോക്കുക, ഇതാണ് നമ്മുടെ വൈൻഡിങ് കോയിൽ എന്ന് പറയുന്നത്. ഇതാണ്, ഇതിൽ എത്ര ടേൺസ് ഉണ്ട് അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? N. നമ്പർ ഓഫ് ടേൺസ് ആണ് N. അതോടെ ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്ന കറണ്ടാണ് എന്ത്? I. ഓക്കെ, അപ്പോൾ N ഇൻറ്റു I ആണ് എന്ത്? MMF എന്ന് പറയുന്നത്. N ഇൻറ്റു I ആണ് MMFൻ്റെ ഇക്വേഷൻ. ഓക്കെ, ഇക്വൽ ടു N ഇൻറ്റു I. നെക്സ്റ്റ്, മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ഓർ ഇൻറ്റൻസിറ്റി. മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ഓർ മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി. H. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ H എന്താണെന്നൊക്കെ BH കർവ്, ഹിസ്റ്ററസിസ് കർവ് പറയുമ്പോൾ എന്താണ് H എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഒന്ന് രണ്ട് ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. ദ മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്, അതായത് MMF പെർ ലെങ്ത്, യൂണിറ്റ് ലെങ്ത്തിന് വിളിക്കുന്ന പേരാണ് എന്ത്? മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ഓർ ഇൻറ്റൻസിറ്റി. MMF പെർ യൂണിറ്റ് ലെങ്ത്. ഓക്കെ, അതിനെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ഓർ ഇൻറ്റൻസിറ്റി. ഇക്വേഷൻ എന്താ? NI/L. H is equal to NI/L. L എന്ന് പറഞ്ഞാൽ എന്താണ്? ലെങ്ത് ഓഫ് ദ മാഗ്നറ്റിക് സർക്യൂട്ട്. നമ്മുടെ ഈ മാഗ്നറ്റിക് സർക്യൂട്ടിൻ്റെ ലെങ്ത്. ഓക്കെ, ഇപ്പോൾ ഇതാണെങ്കിൽ 2πr. നമുക്ക് പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ ലെങ്ത് വെച്ച് എന്ത് കിട്ടും? 2πr. ഈ ഒരു സർക്കിളിൻ്റെ പെരിമീറ്റർ ആണ് എന്ത്? 2πr ടോട്ടൽ ലെങ്ത് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ മാഗ്നറ്റിക് സർക്യൂട്ടിൻ്റെ ലെങ്ത് ആണ് എന്ത്? L. അപ്പോൾ MMF ഡിവൈഡ് ബൈ L ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? H കിട്ടും. അതുപോലെ നമുക്ക് വേറൊരു റിലേഷൻ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ ഒരു റിലേഷൻ കൂടിയുണ്ട്, H ഇൻറ്റു L. ഇതേ റിലേഷൻ ആണ് കിട്ടുന്നത്. H ഇൻറ്റു L ഇസ് ഈക്വൽ ടു N ഇൻറ്റു I. H ഇൻറ്റു L ഇസ് ഈക്വൽ ടു N ഇൻറ്റു I. ഓക്കെ, അപ്പോൾ MMF ആണ് എന്ത്? NI എന്ന് പറയുന്നത് MMF ആണ്. അപ്പോൾ MMF പെർ ലെങ്ത്. പിന്നെ ഒരു യൂണിറ്റ് വേണം. എന്താണ് യൂണിറ്റ് എന്ന് പറയുന്നത്? നമുക്കറിയാം
എം എം എഫ് എന്ന് വെച്ചാൽ എന്താ, എൻ ഇൻറ്റു ഐ ആണ്. എം എം എഫ് എന്ന് പറഞ്ഞാൽ എൻ ഇൻറ്റു ഐ. അപ്പോൾ എം എം എഫിൻ്റെ യൂണിറ്റ് എന്താ, ആംപിയർ ടേൺ എന്ന് വെച്ചാൽ ഐ എന്ന് പറഞ്ഞാൽ ആംപിയർ ആണ്, കറണ്ട് ആണ്. എൻ എന്ന് പറഞ്ഞാൽ ടേൺ. അപ്പോൾ എം എം എഫിൻ്റെ യൂണിറ്റ് ആംപിയർ ടേൺ ആണ്. അപ്പോൾ എച്ചിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും, ആംപിയർ ടേൺ ഡിവൈഡ് ബൈ മീറ്റർ. അപ്പോൾ ആംപിയർ ടേൺസ് പെർ മീറ്റർ, അല്ലെങ്കിൽ ടേൺസ് നമ്മൾ ജനറൽ പറയാറില്ല, എന്തെന്ന് പറയുള്ളൂ, ആംപിയർ പെർ മീറ്റർ. അപ്പോൾ ആംപിയർ ടേൺസ് പെർ മീറ്റർ അല്ലെങ്കിൽ ആംപിയർ പെർ മീറ്റർ ആണ് എന്ത്, എച്ചിൻ്റെ യൂണിറ്റ്. മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ഓർ ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ആംപിയർ ടേൺസ് പെർ മീറ്റർ ഓർ ആംപിയർ പെർ മീറ്റർ. അതുപോലെ എം എം എഫിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ആംപിയർ ടേൺ, എൻ ഇൻറ്റു ഐ. ഓക്കെ. നെക്സ്റ്റ് റിലക്റ്റൻസ്. നമ്മൾ ഇലക്ട്രിക് സർക്യൂട്ടിൽ റെസിസ്റ്റൻസ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കറണ്ട് ഫ്ലോനെ ഓപ്പോസ് ചെയ്യുന്ന ആ പ്രോപ്പർട്ടീനെ വിളിക്കുന്ന പേരാണ് എന്ത്, റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതേപോലെ അനലോഗസ് ആയിട്ട് എന്തുണ്ട്, മാഗ്നറ്റിക് സർക്യൂട്ടിൽ മാഗ്നറ്റിക് ഫ്ലക്സിനെ ഓപ്പോസ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, റിലക്റ്റൻസ്. ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്ന് പറഞ്ഞത് ക്യാപിറ്റൽ എസ്. ഇറ്റ് ഈസ് ദ ഓപ്പോസിഷൻ ദാറ്റ് എ മാഗ്നറ്റിക് സർക്യൂട്ട് ഓഫേഴ്സ് ടു ദ പാസേജ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ ഇറ്റ്. അപ്പം ഒരു മാഗ്നറ്റിക് ഫ്ലക്സിന് നമ്മുടെ മാഗ്നറ്റിക് സർക്യൂട്ട് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഓപ്പോസിഷനെ വിളിക്കുന്ന പേരാണ് എന്ത്, റിലക്റ്റൻസ് എന്ന് പറയും. ഓക്കെ. നമുക്കറിയാം റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ എന്താ, റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓംസ് ലോ പ്രകാരം വോൾട്ടേജ് ബൈ കറണ്ട് ആണ്, വോൾട്ടേജ് ബൈ കറണ്ട്. പക്ഷേ മാഗ്നറ്റിക് സർക്യൂട്ടിൽ എന്താണ്, റെസിസ്റ്റൻസ് മാറി എന്താവും, റിലക്റ്റൻസ് ആവും. വോൾട്ടേജ് അല്ലെങ്കിൽ ഇ എം എഫിന് പകരം നമുക്ക് എന്ത് ചെയ്താം, എം എം എഫ് എഴുതി കൂടെ, എം എം എഫ് ഡിവൈഡഡ് ബൈ കറണ്ടിന് പകരം എന്താണ്, ഫ്ലക്സ് ആണ്. അപ്പോൾ റിലക്റ്റൻസ് ഈക്വൽ ടു എന്താണ്, എം എം എഫ് ബൈ ഫ്ലക്സ്. ഓക്കെ. റിലക്റ്റൻസിൻ്റെ ഇക്വേഷൻ ആണ് എം എം എഫ് ബൈ ഫ്ലക്സ്. ഓക്കെ. എം എം എഫ് ഇക്വേഷൻ നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. എം എം എഫ് ഈക്വൽ ടു എച്ച് ഇൻ ടു എൽ. ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതെല്ലാം പ്രോബ്ലത്തിൽ മാറി മാറി വരുന്ന ഇക്വേഷൻസ് ആണ്. ഫ്ലക്സിന് പകരം നമുക്ക് എന്ത് എഴുതാം, ബി ഇൻറ്റു എ. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ബിയും എയും തന്നിട്ടുണ്ടാവും, റിലക്റ്റൻസ് കണ്ടുപിടിക്കാൻ പറയും. അങ്ങനെയാണെങ്കിൽ ഫ്ലക്സ് എങ്ങനെ കണ്ടുപിടിക്കും, ഫ്ലക്സ് ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു എ. ബി എന്ന് വെച്ചാൽ എന്താ, ഫ്ലക്സ് ഡെൻസിറ്റി ആണ്. ഫ്ലക്സ് ഡെൻസിറ്റി ഇൻറ്റു ഏരിയ ആണ് എന്ത്, ഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ റിലക്റ്റൻസ് ഈക്വൽ ടു എന്തായിരുന്നു, എം എം എഫ് ബൈ ഫ്ലക്സ്, ദാറ്റ് ഈസ് എഫ് ബൈ ഫൈ. അല്ലെങ്കിൽ വേറെ ഇക്വേഷൻ ഉണ്ട്, എൽ ബൈ മ്യൂ എ. ആ ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്താൽ എസ് ഈക്വൽ ടു എൽ ബൈ മ്യൂ എ. എൽ ബൈ മ്യൂ എ, എസ് ഈക്വൽ ടു എൽ ബൈ മ്യൂ എ. ഇത് നമുക്ക് ഒരു ഇക്വേഷൻ ആയിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ റെസിസ്റ്റിവിറ്റിയുടെ ഒരു ഇക്വേഷൻ നമുക്ക് ഓർമ്മ ഉണ്ടാവും. ആർ ഇസ് ഈക്വൽ ടു എന്താണ്, റോ എൽ ബൈ എ എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ. എസ് ഈക്വൽ ടു എൽ ബൈ മ്യൂ എ ആണ് നമ്മുടെ ഇക്വേഷൻ. അതുപോലെ ആർ ഇസ് ഈക്വൽ ടു റോ എൽ ബൈ എ. അപ്പോൾ എൽ ബൈ എ നമുക്ക് ഇവിടെ കോമൺ ആണ്. അപ്പോൾ റോൻ്റെ പകരം എന്താ ഉള്ളത്, റോ എന്ന് പറഞ്ഞത് അവിടെ റെസിസ്റ്റിവിറ്റി ആണ്. ഇവിടെ എന്തായിരിക്കും, 1/μ ആണ് എന്ത് വരിക, റോക്ക് ഇക്വാലൻ്റ് ആയിട്ട് വരിക. റോക്ക് പകരം 1/μ എ. ഓക്കെ. അപ്പോൾ റിലക്റ്റൻസിൻ്റെ ഇക്വേഷൻ എൽ ബൈ മ്യൂ എ. ഇനി എല്ലിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും, എസിൻ്റെ യൂണിറ്റ്, റിലക്റ്റൻസിൻ്റെ യൂണിറ്റ്. റിലക്റ്റൻസ് വെച്ചാൽ എം എം എഫ് ബൈ ഫ്ലക്സ് ആണ്. എം എം എഫിൻ്റെ യൂണിറ്റ് എന്താ, ആംപിയർ ടേൺ. എം എം എഫിൻ്റെ യൂണിറ്റ് ആംപിയർ ടേൺ ഡിവൈഡ് ബൈ ഫ്ലക്സിൻ്റെ യൂണിറ്റോ, ഫ്ലക്സിൻ്റെ യൂണിറ്റ് വെബർ. ഇത് ITI ഡിപ്ലോമ ലെവലിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് റിലക്റ്റൻസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്, ആംപിയർ ടേൺ പെർ വെബർ. ഇത് എവിടെ നിന്ന് വന്ന, എം എം എഫ് ബൈ ഫ്ലക്സ് ആണ് റിലക്റ്റൻസ് എന്ന് പറയുന്നത്. എം എം എഫിൻ്റെ യൂണിറ്റ് ആംപിയർ ടേൺ, ഫ്ലക്സിൻ്റെ യൂണിറ്റ് എന്താണ്, വെബർ. അപ്പോൾ ആംപിയർ ടേൺ പെർ വെബർ അല്ലെങ്കിൽ വെറും എന്ത്, ആംപിയർ പെർ വെബർ, രണ്ടും തന്നെയാണ്, എസിൻ്റെ യൂണിറ്റ് ആണ്. ഇനി അടുത്ത് എന്താ, നമ്മൾ റെസിസ്റ്റൻസിൻ്റെ ഇൻവേഴ്സ് ആയിട്ട് എന്താ പറഞ്ഞത്, കണ്ടക്ടൻസ് ജി എന്ന് പറഞ്ഞു. ആറ് റെസിസ്റ്റൻസ് ആറാണെങ്കിൽ കണ്ടക്ടൻസ് എന്താണ്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ജി, ഇൻവേഴ്സ് ആണ്. 1/r ആണ് ജി ആയിട്ട് എടുത്തത്. അതേപോലെ മാഗ്നറ്റിക് സർക്യൂട്ടിൽ എന്തുണ്ട്, ഇൻവേഴ്സ് ഓഫ് റിലക്റ്റൻസ്. റിലക്റ്റൻസിൻ്റെ ഇൻവേഴ്സിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് പെർമിയൻസ്. റിലക്റ്റൻസ് എന്ന് വെച്ചാൽ ഓപ്പോസിഷൻ ആണ്. അപ്പോൾ പെർമിയൻസ് എന്തായിരിക്കും, മാഗ്നറ്റിക് ഫ്ലക്സിനെ അലോ ചെയ്യുന്ന പ്രോപ്പർട്ടീനെ വിളിക്കുന്ന പേരാണ് എന്ത്, പെർമിയൻസ്. അപ്പോൾ ഇൻവേഴ്സ് ഓഫ് റിലക്റ്റൻസ് 1/s-നെയാണ് എന്ത് പേര് വിളിക്കുന്നത്, പെർമിയൻസ് എന്ന് വിളിക്കും. 1/s ഈസ് കോൾഡ് പെർമിയൻസ്, അല്ലെങ്കിൽ റെസിപ്രോക്കൽ ഓഫ് റിലക്റ്റൻസ് ഈസ് കോൾഡ് പെർമിയൻസ്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ അതാണ് നെക്സ്റ്റ് ടേം, പെർമിയൻസ്. എന്താണ് പെർമിയൻസ്, ദ റെസിപ്രോക്കൽ ഓഫ് റിലക്റ്റൻസ്, ആൻഡ് ഇറ്റ്സ് എ മെഷർ ഓഫ് ഈസ് വിത്ത് വിച്ച് ഫ്ലക്സ് ക്യാൻ പാസ് ത്രൂ ദ മെറ്റീരിയൽ.
എത്ര സിമ്പിളായിട്ട് അല്ലെങ്കിൽ എത്ര ഈസി ആയിട്ട് നമ്മുടെ ഫ്ലക്സ് മെറ്റീരിയലിലൂടെ പാസ് ചെയ്യുന്നു. റിലക്റ്റൻസ് എന്ന് വെച്ചാൽ ഫ്ലക്സിനെ ഓപ്പോസ് ചെയ്യുന്നതാണ്. പക്ഷെ പെർമിയൻസ് എന്ന് പറഞ്ഞാൽ ഫ്ലക്സിനെ പാസ് ചെയ്യുന്ന ആ ഒരു മെഷറിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പെർമിയൻസ്. അപ്പോൾ യൂണിറ്റ് എന്തായിരിക്കും? റിലക്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താ? ആംപിയർ ടേൺ പെർ വെബർ. ആംപിയർ ടേൺ പെർ വെബർ ആണ് റിലക്റ്റൻസിൻ്റെ യൂണിറ്റ്. അപ്പോൾ പെർമിയൻസിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? പെർമിയൻസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിൻ്റെ റിവേഴ്സ് ആണ്, ഇൻവേഴ്സ് ആണ്. അപ്പോൾ എന്തായാലും വെബർ പെർ ആംപിയർ ടേൺ. വെബർ പെർ ആംപിയർ turn. Unit is Weber per ampere turn. That is permeance is 1 by reluctance. Permeance of a magnetic circuit is correspond to conductance in an electric circuit. അതായത് ഇലക്ട്രിക് സർക്യൂട്ടിൽ കണ്ടക്ടൻസ് ഉള്ളതുപോലെയാണ് മാഗ്നറ്റിക് സർക്യൂട്ടിന് എന്ത് വരുന്നത്? പെർമിയൻസ് വരുന്നത്. ITI ഡിപ്ലോമ ലെവലിലൊക്കെ നമുക്ക് അനലോഗസ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഇലക്ട്രിക് സർക്യൂട്ടിൽ ഇതാണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് മാഗ്നറ്റിക് സർക്യൂട്ടിൽ എന്താണ് വാല്യൂ വരുന്നത്, അല്ലെങ്കിൽ ഏതാണ് ആ ടേം വരുന്നതെന്നൊക്കെ എന്ത് വരുന്നുണ്ട്, നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ അതുമ്പോൾ ടേബിളായിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞ് നോക്കാം. ഇതാണ് നെക്സ്റ്റ് പറയുന്നത്, കമ്പാരിസൺ ബിറ്റ്വീൻ മാഗ്നറ്റിക് ആൻഡ് ഇലക്ട്രിക് സർക്യൂട്ട്സ്. ഇതിൻ്റെ ടേബിൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കാം. ബൈ ഹാർട്ടും ചെയ്യേണ്ട കാര്യമില്ല, ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. മാഗ്നറ്റിക് സർക്യൂട്ട്, ദ ക്ലോസ്ഡ് പാത്ത് ഫോർ മാഗ്നറ്റിക് ഫ്ലക്സ് ഈസ് കോൾഡ് മാഗ്നറ്റിക് സർക്യൂട്ട്. അതേപോലെ ഇലക്ട്രിക് സർക്യൂട്ട് എന്തായിരിക്കും? ക്ലോസ്ഡ് പാത്ത് ഫോർ ഇലക്ട്രിക് കറണ്ട്. അവിടെ നിന്ന് തന്നെ കിട്ടും. ഇലക്ട്രിക് സർക്യൂട്ട് ആണെങ്കിൽ ഇലക്ട്രിക് കറണ്ട്, മാഗ്നറ്റിക് സർക്യൂട്ട് ആണെങ്കിൽ എന്തായിരിക്കും? ഇലക്ട്രിക് കറണ്ടിൻ്റെ അനലോഗസ് ആയിട്ട് മാഗ്നറ്റിക് സർക്യൂട്ടിലുള്ള സാധനമാണ് എന്ത്? മാഗ്നറ്റിക് ഫ്ലക്സ്. ഇലക്ട്രിക് സർക്യൂട്ടിൽ ഇലക്ട്രിക് കറണ്ട്, മാഗ്നറ്റിക് സർക്യൂട്ടിൽ മാഗ്നറ്റിക് ഫ്ലക്സ്. ഇനി ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൾ ടു എന്തായിരിക്കും? ഫ്ലക്സ് ഫൈ എന്ന് വെച്ചാൽ എന്താ? ഐ ഈസ് ഈക്വൾ ടു ഇവിടെ എന്തായിരിക്കും? ഐ ഈസ് ഈക്വൾ ടു വി ബൈ ആർ. ഐ ഈസ് ഈക്വൾ ടു വി ബൈ ആർ. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മാഗ്നറ്റിൽ എന്താ വരിക? ഐക്ക് പകരം എന്താ? ഫ്ലക്സ്. ഫ്ലക്സ് ഈസ് ഈക്വൾ ടു വിക്ക് പകരം എം എം എഫ്. ഇ എം എഫിന് പകരം എം എം എഫ് വരും. റെസിസ്റ്റൻസിന് പകരം ഇവിടെ എന്ത് വരും? റിലക്റ്റൻസ് വരും. ഓക്കെ. അപ്പോൾ മാഗ്നറ്റിക് സർക്യൂട്ടിൽ എം എം എഫ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ആംപിയർ ടേൺ ആണ്. ഇലക്ട്രിക് സർക്യൂട്ടിൽ എന്തായിരിക്കും? ഇ എം എഫ് ആയിരിക്കും. എം എം എഫിന് അനലോഗസ് ആയിട്ട് ഇലക്ട്രിക് സർക്യൂട്ടിൽ ഇ എം എഫ്. ഇനി റിലക്റ്റൻസ് എന്ന് പറഞ്ഞാലോ? റിലക്റ്റൻസ് ഇസ് ഈക്വൽ ടു എസ് ഈക്വൽ ടു എൽ ബൈ റോ എ, സോറി മ്യൂ എ, എൽ ബൈ മ്യൂ എ. റിലക്റ്റൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇലക്ട്രിക് സർക്യൂട്ടിലുള്ള പേരാണ് എന്ത്? റെസിസ്റ്റൻസ്. ആർ ഇസ് ഈക്വൽ ടു റോ എൽ ബൈ എ, റോ എൽ ബൈ എ. നെക്സ്റ്റ് ടേം ഫ്ലക്സ് ഡെൻസിറ്റി. മാഗ്നറ്റിക് സർക്യൂട്ടിൽ ഫ്ലക്സ് ഡെൻസിറ്റി ആണ്. ഫ്ലക്സ് ഡെൻസിറ്റി എന്താ? ബി ഇസ് ഈക്വൽ ടു, ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ ബി ആണ്. ബി ഇസ് ഈക്വൽ ടു 5 ബൈ എ. ഫ്ലക്സ് ബൈ ഏരിയ ആണ് എന്ത്? ഫ്ലക്സ് ഡെൻസിറ്റി. യൂണിറ്റ് വെബർ പെർ മീറ്റർ സ്ക്വയർ. അതേപോലെ ഇലക്ട്രിക് സർക്യൂട്ടിൽ എന്ത് വരും? ഫ്ലക്സിന് പകരം കറണ്ട്. അപ്പോൾ കറണ്ട് ഡെൻസിറ്റി ജെ ഇസ് ഈക്വൽ ടു കറണ്ട് ബൈ ഏരിയ, ഐ ബൈ ഏരിയ. കറണ്ട് ബൈ ഏരിയ. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആംപിയർ പെർ മീറ്റർ സ്ക്വയർ. ആംപിയർ പെർ മീറ്റർ സ്ക്വയർ. ഇനി വോൾട്ടേജ് ഡ്രോപ്പ്. ഇലക്ട്രിക് സർക്യൂട്ടിൽ എന്തുണ്ട്? വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ട്, ഐ ഇൻറ്റു ആർ. ഓക്കെ. നമ്മളൊരു റെസിസ്റ്റൻസിലൂടെ പാസ് ചെയ്യുമ്പോൾ സംഭവിക്കും, അവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. അതിനാണ് എന്തെന്ന് വിളിച്ചാൽ ഐ ഇൻറ്റു ആർ. അതേപോലെ മാഗ്നറ്റിക് സർക്യൂട്ടിൽ എന്തുണ്ടാവും? ഒരു ഡ്രോപ്പ് ഉണ്ടാവും, അതാണ് എം എം എഫ് ഡ്രോപ്പ്. എന്തായിരിക്കും ഇക്വാലൻറ്റ്? ഐ ഇൻറ്റു ആറിന് പകരം ഐക്ക് പകരം 5, ആറിന് പകരം എസ്. അപ്പോൾ എം എം എഫ് ഡ്രോപ്പ് എന്ന് പറയുന്നത് 5 ഇൻറ്റു എസ്. ഓക്കെ. നെക്സ്റ്റ് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി. ഇത് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പറയുമ്പോൾ പറഞ്ഞത് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഇ ഈസ് ഈക്വൽ ടു വി ബൈ ഡി. ഇ ഈസ് ഈക്വൽ ടു വി ബൈ ഡി. വേറെ ഡി എന്ന് വെച്ചാൽ എന്താ? ഒരു പോയിന്റിന്ന് അടുത്ത പോയിന്റ്. പി എന്ന് പറഞ്ഞ പോയിന്റിൽ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി നമുക്ക് കാണണമെങ്കിൽ നമ്മുടെ പോയിന്റും ഈ പി യു എന്ന് പറഞ്ഞ പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസിനാണ് എന്തെന്ന് വിളിക്കുന്നത്? ഡി എന്ന് വിളിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഇ ഈസ് ഈക്വൽ ടു വി ബൈ ഡി. വി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇ എം എഫ് ആണ്. അപ്പോൾ കറസ്പോണ്ടിങ് മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി എന്തായിരിക്കും? എച്ച് ഈസ് ഈക്വൽ ടു എം എം എഫ് ബൈ ലെങ്ത്, ആ ഡിസ്റ്റൻസ്, എൻ ഐ ബൈ എൽ. മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി എച്ച് ഈസ് ഈക്വൽ ടു എൻ ഐ ബൈ എൽ. ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഇ ഈസ് ഈക്വൽ ടു വി ബൈ ഡി. ഇനി മാഗ്നറ്റിക് സർക്യൂട്ടിൽ പെർമിയൻസ് ആണെങ്കിൽ ഇലക്ട്രിക് സർക്യൂട്ടിൽ എന്തായിരിക്കും? കണ്ടക്ടൻസ് ആയിരിക്കും. പെർമിയൻസ്, കണ്ടക്ടൻസ്. അപ്പോൾ പെർമിയബിലിറ്റി എന്തായിരിക്കും? കണ്ടക്ടിവിറ്റി. അപ്പോൾ ഇലക്ട്രിക് സർക്യൂട്ടും മാഗ്നറ്റിക് സർക്യൂട്ടും തമ്മിൽ എന്ത് ചെയ്യുക? കമ്പയർ ചെയ്യാനുള്ള ഇത് ജസ്റ്റ് നോർത്ത് ടേംസ് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഇലക്ട്രിക് സർക്യൂട്ടിൽ ഇത് വരുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് മാഗ്നറ്റിക് സർക്യൂട്ടിൽ എന്തായിരിക്കും എന്നൊക്കെ ITI ഡിപ്ലോമ ലെവലിൽ ചോദിക്കാറുണ്ട്. ഡിഗ്രി ലെവൽ അധികം ചോദിക്കാറൊന്നുമില്ല, ഇത്ര സിമ്പിളായിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ജസ്റ്റ് ആ ഒരു ടേബിൾ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. നെക്സ്റ്റ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പോൾ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് വേണ്ട, ജസ്റ്റ് ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. നോക്കാം എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. നമുക്കറിയാം
കണ്ടുപിടിച്ച ആളാണ് മൈക്കൽ ഫാരഡെ. ഫാരഡേസ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ തന്നെയാണ് അതിന് പേര് വിളിക്കുക, ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. എന്താണ് ഫാരഡേസ് ലോ? Whenever the magnetic flux linking a conductor changes, an EMF is induced in the conductor. അതായത് നമ്മുടെ കയ്യിൽ എന്തുണ്ട്, ഒരു കോയിലുണ്ട്, ആ കോയിലിൽ എന്തുണ്ടാവും, നമ്മൾ ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ, കോയിലിൽ ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഫ്ലക്സ് നമ്മുടെ കോയിലുമായിട്ട് ലിങ്ക് ചെയ്യുമ്പോൾ അവിടെ ഫ്ലക്സ് ചേഞ്ച് ചെയ്യും. അതായത് നമ്മുടെ കോയിലുമായിട്ട് ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സിൽ ഒരു ചേഞ്ച് സംഭവിക്കുമ്പോൾ അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പറഞ്ഞ ആൻ EMF ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ conductor. That is, whenever the magnetic flux linking a conductor changes, an EMF is induced in the conductor. This phenomenon is called electromagnetic induction. സയൻറ്റിസ്റ്റ് ഫാരഡെ ആണ്. ഇതാണ് ഒട്ടുമിക്ക എല്ലാ ഇലക്ട്രിക്കൽ ഡിവൈസസിൻ്റെയും വർക്കിംഗ് പ്രിൻസിപ്പൽ എന്ന് പറയുന്നത്. അതായത് മെഷീൻസ്, ഇലക്ട്രിക് ജനറേറ്റർ, അത് DC ആയിക്കോട്ടെ AC ആയിക്കോട്ടെ, ജനറേറ്റർ, ട്രാൻസ്ഫോമർ, ടെലിഫോൺസ്, അതൊക്കെ വർക്ക് ചെയ്യുന്നത് എന്താണ്, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വെച്ചിട്ടാണ്. അതായത് ഒരു കണ്ടക്ടർ ഉണ്ടാവും, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡ് നമ്മുടെ കണ്ടക്ടറായിട്ട് ലിങ്ക് ചെയ്യുന്ന ഫീൽഡ് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. Whenever the magnetic flux linking a conductor changes, an EMF is induced in the conductor. ഇനി ആ കണ്ടക്ടർ ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് ആണെങ്കിലോ, ഇഫ് ദ കണ്ടക്ടർ ഫോംസ് എ ക്ലോസ്ഡ് സർക്യൂട്ട്, എന്തുണ്ടാകും, ആ EMF കാരണം എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, എ കറണ്ട് വിൽ ഫ്ലോ ഇൻ ഇറ്റ്. If the conductor forms a complete loop or circuit, a current will flow in it. This phenomenon is called electromagnetic induction. ജസ്റ്റ് അതിൻ്റെ ഡെഫിനിഷൻ മാറി മാറി പറയുന്നുള്ളൂ, ഒന്നും നോക്കണ്ട. ഇനി ഇത് നമുക്ക് ആവശ്യമുള്ള നോക്കാം. ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഫസ്റ്റ് ലോ ഇപ്പോൾ പറഞ്ഞത് എന്താ, ഡെഫിനിഷൻ തന്നെയാണ്. ഫസ്റ്റ് ലോ പറയുന്നത്, whenever the flux linked with a conductor or a coil changes, an EMF is induced in it. ഓക്കെ, ഫസ്റ്റ് ലോ അതാണ്. whenever the magnetic flux linking a conductor or coil changes, an EMF induced in it. സെക്കൻഡ് ലോ പറയുന്നത്, നമ്മൾ ഇൻഡ്യൂസ് ചെയ്ത EMF എന്തായിരിക്കണം, ഒരു ഇക്വേഷൻ വേണം, അല്ലെങ്കിൽ അത് എന്തിനൊക്കെ പ്രൊപ്പോർഷണലാണ്, എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു നോക്കണം. അതാണ് സെക്കൻഡ് ലോ പറയുന്നത്. ദാറ്റ് ഈസ് the magnitude of induced EMF is directly proportional to rate of change of flux linkage. Okay, the magnitude of EMF induced in a conductor is directly proportional to the rate of change of flux linkage. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ഫ്ലക്സ് ലിങ്ക് ചെയ്യുന്നത്, ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, ടൈമിനനുസരിച്ച് അത് ചേഞ്ച് ചെയ്യുമ്പോഴാണ് EMF പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പെർട്ടിക്കുലർ ടൈം ഇൻ്റർവെല്ലിൽ എത്ര ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നുണ്ടോ ആ റേറ്റിന് നേരെ ഡിപ്പെൻഡ് ചെയ്യും, EMF ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ഫാരഡേസ് സെക്കൻഡ് ലോ. ദാറ്റ് ഈസ് EMF ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ്. നമ്മളെപ്പോഴും അങ്ങനെ പറയാം, ടൈമിനെ വെച്ചിട്ടാണ് റേറ്റ് പറയുക, d/dt ഓഫ് ഫ്ലക്സ്. ദാറ്റ് ഈസ് E പ്രൊപ്പോർഷണൽ ടു d∅/dt. ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മളൊരു കോൺസ്റ്റന്റ് കൊടുക്കും. ദാറ്റ് ഈസ് E ഈസ് ഈക്വൽ ടു n d∅/dt. where n is the number of turns of coil. അപ്പോൾ T എന്ന് പറഞ്ഞാൽ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും, E is equal to n d∅/dt. അത് നമ്പർ ഓഫ് ടേൺസ് കൂടിയാൽ EMF കൂടും. അതേപോലെ ഫ്ലക്സ് ഒരു പർട്ടിക്കുലർ ടൈം ഇൻ്റർവെല്ലിൽ ചേഞ്ച് ചെയ്യുന്ന ഫ്ലക്സ് കൂടിയ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സും കൂടിയാലും എന്ത് കൂടും, EMF കൂടും. ഇതാണ് എന്ത്, ഫാരഡേസ് സെക്കൻഡ് ലോ. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് EMF ഇൻഡ്യൂസ്ഡ് ഇൻ എ കണ്ടക്ടർ ഓർ കോയിൽ is directly proportional to the rate of change of flux linkage. Okay. ഇനി അടുത്തെന്താണ്, നമുക്ക് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടി, EMF മാഗ്നിറ്റ്യൂഡ് കിട്ടി. പക്ഷെ നമുക്കറിയാം EMF എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് എ വെക്ടർ ക്വാണ്ടിറ്റി ആണ്. വെക്ടർ ക്വാണ്ടിറ്റി ആണെങ്കിൽ എന്തൊക്കെ വേണം, മാഗ്നിറ്റ്യൂഡും വേണം, ഡയറക്ഷനും വേണം. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് നമുക്ക് കിട്ടി. ഫാരഡേസ് ലോ പ്രകാരം ഉണ്ടാകുന്ന EMFൻ്റെ മാഗ്നിറ്റ്യൂഡാണ് n d∅/dt. ഇനി അടുത്തെന്ത് വേണം, നമുക്കിതിൻ്റെ ഡയറക്ഷൻ വേണം. അതിനാണ് നമ്മളൊരു ലോ യൂസ് ചെയ്യുക, ലെൻസസ് ലോ. ഓക്കെ, ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഓർ ഇൻഡ്യൂസ്ഡ് കറണ്ട്. EMF കാരണമാണ് കറണ്ട് ഉണ്ടായത്. അപ്പോൾ ഇൻഡ്യൂസ്ഡ് കറണ്ട് അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവൺ ബൈ ലെൻസസ് ലോ. എന്താണ് ലെൻസസ് ലോ എന്ന് പറയുന്നത്, ദ ഇൻഡ്യൂസ്ഡ് കറണ്ട് വിൽ ഫ്ലോ ഇൻ എ സച്ച് എ ഡയറക്ഷൻ സോ ആസ് ടു ഒപ്പോസ് ദ കോസ് ദാറ്റ് പ്രൊഡ്യൂസ് ഇറ്റ്.
ലെൻസസ് ലോ പറയുന്നത് എന്ത് കാരണം കൊണ്ടാണ്, അതായത് കറണ്ട് ഉണ്ടായിട്ടുണ്ട്, ആ കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്ത് കാരണം കൊണ്ടാണോ ആ കറണ്ട് ഉണ്ടായത് അതിനെന്ത് ചെയ്യും, ഓപ്പോസ് ചെയ്യും. ഓക്കെ, അതാണ് ലെൻസസ് ലോ പറയുന്നത്. ദ ഇൻഡ്യൂസ്ഡ് കറണ്ട് വിൽ ഫ്ലോ ഇൻ സച്ച് എ ഡയറക്ഷൻ സോ ആസ് ടു ഒപ്പോസ് ദ കോസ് ദാറ്റ് പ്രൊഡ്യൂസ് ഇറ്റ്. എന്ത് കാരണം കൊണ്ടാണോ കറണ്ട് ഉണ്ടായത് ആ കാരണത്തെ എന്ത് ചെയ്യും, ഓപ്പോസ് ചെയ്യും. അപ്പോൾ ഇവിടെ നോക്കി, എന്ത് കാരണം കൊണ്ടാണ് കറണ്ട് ഉണ്ടായത്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ്, അതായത് ഫ്ലക്സ്, മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നത് കൊണ്ടാണ് എന്തുണ്ടായത്, ഇ എം എഫ് ഉണ്ടായത്. അപ്പോൾ ഇ എം എഫിന്റെ ഡയറക്ഷൻ എങ്ങനെ ആയിരിക്കും, ആ ചേഞ്ചിന് എന്ത് ചെയ്യണം, ഓപ്പോസ് ചെയ്യണം. അപ്പോൾ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമ്മുടെ ചേഞ്ച് എന്ന് പറയുന്നത് ഡി ഫൈവ് ബൈ ഡി ടി. അപ്പോൾ ഡി ഫൈവ് ബൈ ഡി ടിനെ ഓപ്പോസ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു മൈനസ് സൈനും കൂടി കൊടുക്കാം. ദാറ്റ് ഈസ് ഇ ഈസ് ഈക്വൽ ടു മൈനസ് എൻ ഡി ഫൈവ് ബൈ ഡി ടി, മൈനസ് എൻ ഡി ഫൈവ് ബൈ ഡി ടി. അപ്പോൾ കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്ത് കാരണം കൊണ്ടാണോ കറണ്ട് ഉണ്ടായത് അതിനെന്ത് ചെയ്യും, ഓപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും. അപ്പോൾ ഫാരഡേസ് ലോ പ്രകാരം നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്, ലെൻസസ് ലോ പ്രകാരം നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും, ഇ ഈസ് ഈക്വൽ ടു മൈനസ് എൻ ഡി ഫൈവ് ബൈ ഡി ടി ആവും. അപ്പോൾ മൈനസ് സൈന് കാണിക്കുന്നത് എന്താണ്, ദ ഇൻഡ്യൂസ്ഡ് കറണ്ട് വിൽ സെറ്റ് എ മാഗ്നറ്റിക് ഫ്ലക്സ് ടു ഒപ്പോസ് ദ ചേഞ്ച് ഇൻ ഫ്ലക്സ്. നമ്മുടെ ചേഞ്ച് ഇൻ ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും എന്തുണ്ടാവുക, ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവുക. ഇതാണ് എന്ത്, ഫാരഡേസ് ലോവും ലെൻസസ് ലോവും. ഫാരഡേസ് ലോ നമുക്ക് ഇ എം എഫിന്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടും, ഇ എം എഫിന്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ കറണ്ടിന്റെ ഡയറക്ഷൻ കിട്ടാൻ വേണ്ടി എന്ത് ലോ യൂസ് ചെയ്യാം, ലെൻസസ് ലോ യൂസ് ചെയ്യാം. ഇനി അതുപോലെ ഇമ്പോർട്ടൻ്റ് റൂളാണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. ഓക്കെ, ഇതും ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് അല്ലെങ്കിൽ കറണ്ടിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു റൂളാണ്. എന്താണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ പറയുന്നത്, ജസ്റ്റ് ഒന്നുമില്ല, നമ്മുടെ ഫോർ ഫിംഗർ, ഏതായാലും പഠിച്ച സാധനങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. നമ്മുടെ ഫോർ ഫിംഗർ, മിഡിൽ ഫിംഗർ, തമ്പ്, ഈ മൂന്നെണ്ണം എന്ത് ചെയ്യുക, മ്യൂച്വലി പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ, ഓരോന്നും പരസ്പരം 90 ഡിഗ്രി വരുന്ന രീതിയിൽ സ്ട്രെച്ച് ചെയ്യുക. റൈറ്റ് ഹാൻഡ് ആണ്, റൈറ്റ് ഹാൻഡിന്റെ ഫോർ ഫിംഗർ കാണിക്കുന്ന ഡയറക്ഷനാണ് ആരുടെ, ഫോർ ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കാണിക്കും. തമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് കണ്ടക്ടർ, ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് കണ്ടക്ടർ, തമ്പ് മോഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ ദ മിഡിൽ ഫിംഗർ ഷോസ് ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട്. ഓക്കെ, ഇതാണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. ഫോർ ഫിംഗർ ഫീൽഡ് കാണിക്കും, തമ്പ് മോഷനെ കാണിക്കും. അങ്ങനെയാണെങ്കിൽ മിഡിൽ ഫിംഗർ ആരുടെ ഡയറക്ഷനൊക്കെ, മിഡിൽ ഫിംഗറിന്റെ ഡയറക്ഷനിലോട്ടായിരിക്കും ആരുണ്ടാവുക, ഇൻഡ്യൂസ്ഡ് കറണ്ടിന്റെ ഡയറക്ഷൻ ഉണ്ടാവും. അപ്പോൾ കറണ്ടിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ രണ്ട് ലോസ് ഉണ്ട്, ഒന്ന് ലെൻസസ് ലോയും രണ്ടാമത്തെ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. ഓക്കെ, ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് പറഞ്ഞു, ഒരു മാഗ്നറ്റിക് ഫീൽഡ് കോയിലുമായിട്ട് ലിങ്ക് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് സംഭവിക്കുകയാണെങ്കിൽ അവിടെ എന്തുണ്ടാവും, ഒരു ഇ എം എഫ് ഉണ്ടാവും എന്ന് പറഞ്ഞു ഫാരഡേസ് ലോ പ്രകാരം. ദാറ്റ് ഈസ് വെൻ ദ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്കിങ് എ കണ്ടക്ടർ ഓർ കോയിൽ ചേഞ്ചസ്, ഒരു കോയിലിലേക്ക് ലിങ്ക് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ ആൻഡ് ഇ എം എഫ് ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ഇറ്റ്. ഇനി ഈ ചേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാകും, രണ്ട് രീതിയിൽ ഉണ്ടാക്കാം. ഒന്നുകിൽ എന്ത് ചെയ്യാം, ഇപ്പം നമ്മുടെ കയ്യിൽ എന്തൊക്കെ സാധനങ്ങൾ വേണം ഒരു ഇ എം എഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഒരു മാഗ്നറ്റിക് ഫീൽഡ് വേണം, ഒരു മാഗ്നറ്റിക് ഫീൽഡ് വേണം, കൂടെ എന്ത് വേണം, ഒരു കോയിൽ വേണം. ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇ എം എഫ് ഉണ്ടാക്കാം. മാഗ്നറ്റിക് ഫീൽഡും വേണം, ഒരു കോയിലും വേണം. രണ്ട് രീതിയിലും ഇ എം എഫ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. ഫസ്റ്റത്തെ സ്റ്റേജ് എന്താ, കണ്ടക്ടർ ഈസ് മൂവ്ഡ്, അതായത് മാഗ്നറ്റിക് ഫീൽഡ് എന്താണ് ഇവിടെ, ഫിക്സ്ഡ് ആണ്. മാഗ്നറ്റിക് ഫീൽഡ് സ്റ്റേഷനറി ആയിട്ടുണ്ട്, അതായത് ഇത് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടുണ്ടാവും, നോർത്ത് പോളിനും സൗത്ത് പോളിലേക്ക് ഫ്ലക്സ് പാസ് ചെയ്തുകൊണ്ടുണ്ടാവും. ആ ഫ്ലക്സ് മാഗ്നറ്റിക് ഫീൽഡിലേക്ക് നമ്മൾ എന്ത് വെക്കും, ഒരു കോയിൽ വെക്കും. എന്നിട്ട് കോയിലിന് എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യിപ്പിക്കും, അല്ലെങ്കിൽ കോയിലിനെ മൂവ് ചെയ്യിപ്പിക്കും. അപ്പോൾ കോയിൽ എന്ത് ചെയ്യും, ഈ മാഗ്നറ്റിക് ഫ്ലക്സിനെ കട്ട് ചെയ്യും, കട്ട് ചെയ്തിട്ട് അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ഒരു ഇ എം എഫ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇവിടെ എന്താ മൂവ് ചെയ്യുന്നത്, കണ്ടക്ടറാണ് എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നുള്ളത്, ഈ കോയിലാണ് എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ കണ്ടക്ടർ ഈസ് മൂവ്ഡ് ഇൻ എ സ്റ്റേഷനറി മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യുന്നില്ല, ഇവിടെ സ്റ്റേഷനറി ആണ്, മൂവ് ചെയ്യുന്നില്ല, അത് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. ആ ഫ്ലക്സിലേക്ക് ആര് മൂവ് ചെയ്യാണ്, കണ്ടക്ടർ മൂവ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ കണ്ടക്ടർ മൂവ് ചെയ്യുമ്പോൾ ഫ്ലക്സിന് എന്ത് ചെയ്യും, കട്ട് ചെയ്യും. കട്ട് ചെയ്യുന്ന വെച്ചാൽ അർത്ഥം എന്താ, കോയിലുമായിട്ട് ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സ് മാറി മാറിക്കൊണ്ടിരിക്കുകയാണ്, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചേഞ്ച് ചെയ്താൽ അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇതിൽ കണ്ടക്ടർ മൂവ് ചെയ്യുന്നതുകൊണ്ട് ഈ ഇ എം എഫിനെ വിളിക്കുന്ന പേരാണ് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. That is, the EMF induced in the conductor is moved in a stationary magnetic field in such a way that the flux linking it changes in magnitude. കണ്ടക്ടർ സ്റ്റേഷനറി മാഗ്നറ്റിക് ഫീൽഡിൽ കണ്ടക്ടർ മൂവ് ചെയ്തിട്ടാണ് ഇ എം എഫ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ ഇ എം എഫിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ്
ഇ എം എഫ്. എക്സാമ്പിൾ ഏതാ? നമ്മുടെ ജനറേറ്റർ, എ സി ജനറേറ്റർ, ഡി സി ജനറേറ്റർ ഒക്കെ എന്തിൻ്റെ എക്സാമ്പിളാണ്? ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഡൈനാമിക്സ് മൂവിങ് എന്നുള്ള കൺസെപ്റ്റ് ആണ്, മൂവിങ്. ഓക്കെ, അപ്പോൾ ഈ കണ്ടക്ടർ മൂവ് ചെയ്യുന്നതുകൊണ്ട് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. ഇനി നെക്സ്റ്റ് കേസ് വെക്കാം, കണ്ടക്ടർ സ്റ്റേഷനായിട്ട് വെച്ചേക്കാം. കണ്ടക്ടർ സ്റ്റേഷനറി, കണ്ടക്ടർ എന്ത് ചെയ്യുന്നില്ല, മൂവ് ചെയ്യുന്നില്ല. പക്ഷേ ഈ കണ്ടക്ടറുമായിട്ട് അല്ലെങ്കിൽ കോയിലുമായിട്ട് ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സ് ആണ് മൂവ് ചെയ്യുന്നതെങ്കിൽ, അത് നമ്മളൊരു എ സി ഫ്ലക്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എ സി ഫ്ലക്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതേതാ, ഫ്ലക്സ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെ 0 ആയിരുന്നു, പതുക്കെ പതുക്കെ ഇൻക്രീസ് ചെയ്തു, മാക്സിമം ആവുന്നു, വീണ്ടും 0 ആവുന്നു, നെഗറ്റീവ് മാക്സിമം ആവുന്നു, വീണ്ടും 0 ആവുന്നു. അപ്പോൾ ഫ്ലക്സ് എന്ത് ചെയ്യാണ്, ഫ്ലക്സ് ആണ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നു, പക്ഷേ കണ്ടക്ടർ എന്താണ്, സ്റ്റേഷനറി ആണ്. അങ്ങനെ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് നമുക്ക് എന്താ വേണ്ടിയത്, ഫ്ലക്സ് ലിങ്ക്, നമ്മൾ കോയിലേക്ക് ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സ് ആണ് ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നുകിൽ കണ്ടക്ടർ സ്റ്റേഷനറി നിന്ന് മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നു, അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഇ എം എഫിനെ വിളിക്കുന്ന പേരാണെന്ത്, സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. സ്റ്റാറ്റിക് സ്റ്റേഷനറി എന്നുള്ള കൺസെപ്റ്റാണ് സ്റ്റാറ്റിക്, മൂവ് ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ കണ്ടക്ടർ മൂവ് ചെയ്യാതെ മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് ചേഞ്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഇ എം എഫിനെ വിളിക്കുന്ന പേരാണ് എന്ത്, സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. ഓക്കെ, എക്സാമ്പിൾ ആയിരിക്കും ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് തന്നെ എന്താണ്, ഇറ്റ്സ് എ സ്റ്റാറ്റിക് ഡിവൈസ് എന്നാണ്. സ്റ്റാറ്റിക് ഡിവൈസ് എന്ന് വെച്ചാൽ എന്താ, ട്രാൻസ്ഫോമറിൽ എന്തൊക്കെയുണ്ട്, ഒരു കോർ ഉണ്ടാവും. ഓക്കെ, ഒരു കോറുണ്ട്, അതിലേക്ക് എന്ത് കൊടുത്തിട്ടുണ്ടാവും, വൈൻഡിങ് കൊടുത്തിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ വൈൻഡിങ്ങിലേക്ക് നമ്മൾ കറണ്ട് കൊടുക്കുകയാണ്. കറണ്ട് കൊടുക്കുമ്പോൾ അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ഒരു ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഫ്ലക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, എ സി ഫ്ലക്സ് ആയിരിക്കും. ആൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് ആണ് എന്ത് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എ സി കറണ്ട് കൊടുത്തെങ്കിൽ എ സി ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും. ആ എ സി ഫ്ലക്സ് എന്തുമായിട്ട് ലിങ്ക് ചെയ്യും, നമ്മുടെ അനങ്ങാതെ നിൽക്കുന്ന അല്ലെങ്കിൽ സ്റ്റേഷനറി നിൽക്കുന്ന ഈ കോറുമായിട്ട് എന്ത് ചെയ്യും, ലിങ്ക് ചെയ്യും. ഇപ്പോൾ ഇവിടെ എന്താ ചെയ്തത്, ഫ്ലക്സ് ആണ് ചേഞ്ച് ചെയ്യുന്നത്, കോർ എന്താണ്, സ്റ്റേഷനറി ആണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഇ എം എഫിനെ വിളിക്കുന്ന പേരാണ് എന്ത്, സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. എക്സാമ്പിൾ എന്ന് പറയുന്നത് ട്രാൻസ്ഫോമർ ആണ്. ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൻ്റെ എക്സാമ്പിൾ ആണ് എന്ത്, ഡി സി ജനറേറ്റർ. ഡി സി അല്ല, എ സി ജനറേറ്റർ. ഓക്കെ, എല്ലാം ജനറേറ്റേഴ്സൊക്കെ എന്താണ്, ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫും ട്രാൻസ്ഫോമർ വരുന്നത് എന്തിലാണ്, സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫും ആണ്. ഇനി ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് നേരത്തെ പറഞ്ഞു, ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് എന്ത് വെച്ചിട്ടുണ്ട്, നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് നമ്മുടെ ഫ്ലക്സ് പാസ് ചെയ്യുന്നുണ്ട്. ആ ഫ്ലക്സിലാണ് നമ്മൾ എന്ത് വെച്ചിട്ടുള്ളത്, കണ്ടക്ടർ വെച്ചിട്ടുള്ളത്. ഇതാണ് നമ്മുടെ കണ്ടക്ടർ എന്ന് പറയുന്നത്. കണ്ടക്ടർ മൂവ് ചെയ്യുക അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇ എം എഫ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഇ എം എഫിൻ്റെ ഒരു ഇക്വേഷൻ ഇത് വേണം നമുക്ക്. ഇ എം എഫ് ഇ ഈസ് ഈക്വൽ ടു ബി ഇ എം എഫ് ഇ ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു എൽ ഇൻറ്റു വി, ബി ഇൻറ്റു എൽ ഇൻറ്റു വി. ഇനി നമ്മുടെ കണ്ടക്ടേഴ്സ് എങ്ങനെ ആയിരിക്കണം ഉണ്ടാവേണ്ടത്, നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിന് റൈറ്റ് ആംഗിൾസ് ആയിട്ടാണ് ഉണ്ടാവേണ്ടത്. നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക്സ് എന്ന് പറയുന്ന സമയത്ത് പറഞ്ഞിരുന്നു, എപ്പോഴും നമ്മുടെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് കണ്ടക്ടർ വരുമ്പോഴാണ് എന്തുണ്ടാവുക, ഇ എം എഫ് മാക്സിമം ആവുക. പാരലായിട്ട് വരുമ്പോൾ ഇ എം എഫ് എന്തായിരിക്കും, 0 ആയിരിക്കും. പാരലായിട്ട് വരുമ്പോൾ ഇ എം എഫ് 0 ആയിരിക്കും. പെർപെൻഡിക്കുലർ ആയിട്ട് വരുമ്പോഴാണ് ഇ എം എഫ് എന്താവുന്നത്, മാക്സിമം വാല്യൂ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇ എം എഫ് ഇ ഈസ് ഈക്വൽ ടു ബി എൽ വി. എൽ ബി എന്ന് വെച്ചാൽ എന്താ, ഫ്ലക്സ് ഡെൻസിറ്റി. ബി എന്ന് പറയുന്നത് ഫ്ലക്സ് ഡെൻസിറ്റി, എൽ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ കോയിൽ അല്ലെങ്കിൽ കണ്ടക്ടർ, വി എന്ന് പറഞ്ഞാൽ എന്താണ്, ഏത് വെലോസിറ്റിയിലാണ് നമ്മുടെ കണ്ടക്ടർ മൂവ് ചെയ്യുന്നത്. ഓക്കെ, വി മീറ്റർ പെർ സെക്കൻഡ്. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ബി വെബർ പെർ മീറ്റർ സ്ക്വയർ. മാഗ്നറ്റിക് ഫീൽഡ് ഫ്ലക്സ് ഡെൻസിറ്റി ആണ് ബി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഇ എം എഫ് എന്തായിരിക്കും, ഇ ഈസ് ഈക്വൽ ടു ബി എൽ വി വോൾട്ട്. ഓക്കെ, ഇ ഈസ് ഈക്വൽ ടു ബി എൽ വി. ഇനി ഇത് പെർപെൻഡിക്കുലർ ആയതുകൊണ്ടാണ് എന്ത് വന്നത്, പെർപെൻഡിക്കുലർ വെച്ചാൽ പെർപെൻഡിക്കുലർ ആയതുകൊണ്ടാണ് ബി എൽ വി വന്നത്. ഇനി പാരലൽ ആയിരുന്നെങ്കിലോ, നമ്മുടെ കണ്ടക്ടർ ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ കോയിലിന് ആക്സിസിന് പാരലായിട്ട് വന്നാൽ ഇ എം എഫ് എന്തായിരിക്കും, 0 ആയിരിക്കും. ഇനി അടുത്ത് നോക്കാം, പാരലായിട്ടും അല്ല പെർപെൻഡിക്കുലർ ആയിട്ടല്ല, ഏതെങ്കിലും ഒരു ആംഗിളിലാണ് വന്നതെന്ന് വിചാരിക്കാം. ആ ആംഗിൾ എത്രയായിരിക്കും, തീറ്റ ആണ് ആംഗിൾ എങ്കിൽ നമ്മുടെ ഇക്വേഷൻ തരും, ഇ ഈസ് ഈക്വൽ ടു ബി എൽ വി സൈൻ തീറ്റ. ഇ ഈസ് ഈക്വൽ ടു ബി എൽ വി സൈൻ തീറ്റ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ്, 90 ഡിഗ്രി പെർപെൻഡിക്കുലർ ആയിട്ട് വന്നാൽ എന്ത് കിട്ടും, സൈൻ 90. സൈൻ 90ൻ്റെ വാല്യൂ എത്രയാണ്, 1 ആണ്. അപ്പോൾ എന്ത് കിട്ടും, ഇ ഈസ് ഈക്വൽ ടു ബി എൽ വി. ഓക്കെ, ഇനി പാരലായിട്ട് വന്നാൽ തീറ്റ ഈസ് ഈക്വൽ ടു 0 ഡിഗ്രി ആണ്. അപ്പം എന്ത് കിട്ടും, ബി എൽ വി സൈൻ 0. സൈൻ 0ൻ്റെ വാല്യൂ എത്രയാണ്, 0 ആണ്. അപ്പോൾ ഇ എം എഫ് എത്ര ആയിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ
എപ്പോഴും നമ്മുടെ കണ്ടക്ടർ റൈറ്റ് ആംഗിൾസ് ആണെങ്കിലാണ് എന്തുണ്ടാവുക, മാക്സിമം ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും. പാരലായിട്ട് വന്നാൽ 0 EMF ആയിരിക്കും. പിന്നെ വേറെ ഏതെങ്കിലും ആംഗിൾ തീറ്റ ആംഗിൾ മാറിയിട്ടാണ് ഉണ്ടെങ്കിൽ EMF എന്ന് പറയുന്നത് എന്തായിരിക്കും, BLV സൈൻ തീറ്റ. ഇക്വേഷൻ നോക്കുക, E is equal to BLV. B എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി, L എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ കോയിൽ അല്ലെങ്കിൽ കണ്ടക്ടർ, V എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ദ കോയിൽ ഓർ കണ്ടക്ടർ. ഇതാണ് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF. ഇനി സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMFന് 2 ടൈപ്സ് ഉണ്ട്. എന്നാൽ സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് വെച്ചാൽ എന്താ, കണ്ടക്ടർ സ്റ്റേഷനറി ആയിട്ട് ഫീൽഡ് മൂവ് ചെയ്യുകയോ ചേഞ്ച് ചെയ്യുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന EMFനെ വിളിക്കുന്ന പേരാണ് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF. ഇനി സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF നമുക്ക് 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF, രണ്ടാമത്തത് മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF. സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF ഓർ മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF. എന്താണ് സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറഞ്ഞാൽ? സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് ഒരു കോയിലുണ്ട്. ഓക്കെ, ഈ കോയിലിലേക്ക് നമ്മൾ എന്ത് കൊടുക്കുകയാണ്, ഒരു സപ്ലൈ കൊടുക്കുകയാണ്. ഒരു AC സപ്ലൈ കൊടുക്കുകയെന്ന് വിചാരിക്കാം. ഒരു AC സപ്ലൈ കൊടുക്കുകയാണ്. ഒരു AC സപ്ലൈ കൊടുക്കുകയാണ്. AC സപ്ലൈ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, ഇവിടെ ഒരു കറണ്ട് ഉണ്ടാവും. ആ കറണ്ട് കാരണം ഇവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ഒരു ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഫ്ലക്സ് എന്താണ്, AC ഫ്ലക്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായിരിക്കും, AC ചേഞ്ചിങ് ഫ്ലക്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ചേഞ്ചിങ് ഫ്ലക്സ് എന്ത് ചെയ്യും, ഇവിടെ ഒരു കോയിലുണ്ട്, ആ കോയിൽ അല്ലെങ്കിൽ കണ്ടക്ടറുമായിട്ട് എന്ത് ചെയ്യും, ലിങ്ക് ചെയ്യും. ഓക്കെ, ഫ്ലക്സ് കോയിലായിട്ട് ലിങ്ക് ചെയ്യും. നമുക്കറിയാം ഫ്ലക്സ് ചേഞ്ചിങ് ആണ്. അപ്പോൾ ചേഞ്ചിങ് ഫ്ലക്സ് ഒരു കോയിലായിട്ട് ലിങ്ക് ചെയ്ത് അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യും. എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, നമ്മളെടുത്ത് അതേ കോയിലിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ EMFനെ വിളിക്കുന്ന പേരാണ് എന്ത്, സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF. സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF. ഇനി EMFന്റെ ഡയറക്ഷൻ എന്തായിരിക്കും, ഇതാണ് നമ്മുടെ അപ്ലൈ വോൾട്ടേജ് V എങ്കിൽ EMFന്റെ ഡയറക്ഷൻ എന്തായിരിക്കും, എന്ത് കാരണം കൊണ്ടാണോ EMF ഉണ്ടായത് അതിനെന്ത് ചെയ്യും, ഓപ്പോസ് ചെയ്യുന്ന നമ്മൾ പഠിച്ചത് ലെൻസസ് ലോ പ്രകാരം. നമ്മൾ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF ഓർ കറണ്ട് എന്ന് പറയുന്നത് അത് ഉണ്ടാവാനുള്ള കാരണത്തിന് എന്ത് ചെയ്യും, ഓപ്പോസ് ചെയ്യും. ഉണ്ടാവാനുള്ള കാരണം എന്താ, നമ്മൾ കൊടുക്കുന്ന അപ്ലൈഡ് വോൾട്ടേജ് ആണ്. അപ്ലൈഡ് വോൾട്ടേജ് വഴി ഉണ്ടായ കറണ്ടാണ് എന്ത് നമ്മുടെ EMF ഉണ്ടാവാനുള്ള കാരണം. അപ്പോൾ സെൽഫ് ഇൻഡ്യൂസ്ഡ് EMFന്റെ ഡയറക്ഷൻ എന്തായിരിക്കും, നമ്മുടെ അപ്ലൈ വോൾട്ടേജിന് എന്ത് ചെയ്യും, അത് ഓപ്പോസ് ചെയ്യും. അപ്ലൈഡ് വോൾട്ടേജിനെ ഓപ്പോസ് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ വേറൊരു കാര്യം പഠിച്ചിട്ടുണ്ട്, അപ്ലൈഡ് വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ടിന് എന്ത് ചെയ്യും, ഓപ്പോസ് ചെയ്യും. കറണ്ടിന് ഓപ്പോസ് ചെയ്യുന്ന സാധനത്തിന് നമ്മൾ എന്താണ് വിളിക്കുക, കറണ്ടിന് ഓപ്പോസ് ചെയ്യുന്ന പ്രോപ്പർട്ടി നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, റെസിസ്റ്റൻസ് അല്ലേ. കറണ്ട് ഓപ്പോസ് ചെയ്യുന്ന പ്രോപ്പർട്ടീനെ വിളിക്കുന്ന പേരാണ് റെസിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് ഇവിടെ പുതിയൊരു ടേമും കൂടി കിട്ടും, അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഇൻഡക്റ്റൻസ്. അത് ഇൻഡക്റ്റൻസ് എന്ന് വെച്ചാൽ എന്താ, ഇറ്റ് ഇസ് ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ എ കോയിൽ. അതായത് ഡയറക്റ്റ് ആയിട്ട് ഓഫർ ചെയ്യുന്നതല്ല, സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF വഴി നമ്മുടെ EMFന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് അപ്ലൈഡ് വോൾട്ടേജിന് എന്തായിരിക്കും, ഓപ്പോസിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അപ്ലൈഡ് കറണ്ടിന് ഓപ്പോസിറ്റ് ആയിരിക്കും. അങ്ങനെ ഓപ്പോസ് ചെയ്തിട്ട് അത് ഉണ്ടാക്കുന്ന റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഓപ്പോസിഷനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഇൻഡക്റ്റൻസ്. ഇത് അതേ കോയിൽ തന്നെയാണ് EMF പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ കൊടുത്ത സപ്ലൈ വോൾട്ടേജ് കൊടുത്ത അതേ കോയിൽ തന്നെയാണ് EMF ഇൻഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എന്ത് പേര് വന്നത്, സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF. ഓക്കെ, സെൽഫ് ഇൻഡ്യൂസ്ഡ് EMFന്റെ ഡയറക്ഷൻ പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, പുതിയ ടേം കിട്ടും, ഇൻഡക്റ്റൻസ്. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, സെൽഫ് ഇൻഡക്റ്റൻസ്. ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് എന്താണ്, L ആണ്, സെൽഫ് ഇൻഡക്റ്റൻസ്. ഓക്കെ, എന്താണ് സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇപ്പോൾ ഒന്നുകൂടി പറയാം. ദ EMF ഇൻഡ്യൂസ്ഡ് ഇൻ എ കോയിൽ ഡ്യൂ ടു ദ ചേഞ്ച് ഓഫ് ഇറ്റ്സ് ഓൺ ഫ്ലക്സ് ലിങ്ക്ഡ് വിൻ ഇറ്റ്. അതേ കോയിലിൽ തന്നെയുള്ള ഫ്ലക്സ് ലിങ്കിങ്ങിൽ ഉണ്ടാകുന്ന ചേഞ്ച് കൊണ്ടാണ് EMF ഉണ്ടായതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF. ഓക്കെ, ദാറ്റ് ഈസ് വെൻ എ കോയിൽ ക്യാരിങ് കറണ്ട് എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് എസ്റ്റാബ്ലിഷ് ത്രൂ ദ കോയിൽ. അത് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു കോയിലുണ്ട്, അതിനകത്ത് കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, അവിടെ ഒരു ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇഫ് ദ കറണ്ട് ഇൻ ദ കോയിൽ ചേഞ്ചസ് ദെൻ ദ ഫ്ലക്സ് ലിങ്കിങ് ആൾസോ ചേഞ്ചസ്. നമ്മൾ ഈ കറണ്ടിനെ ചേഞ്ച് ചെയ്യുമ്പോൾ ഫ്ലക്സും എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ചെയ്യുന്നുണ്ട്. ആ ചേഞ്ചിങ് ഫ്ലക്സ് കോയിലായിട്ട് ലിങ്ക് ചെയ്യുമ്പോൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, EMF പ്രൊഡ്യൂസ് ചെയ്യും. N(d∅dt) എന്ന് പറയുന്ന ഫാരഡേസ് ലോ പ്രകാരം EMF എന്ത് ചെയ്യും, ഇൻഡ്യൂസ്ഡ് ചെയ്യും. ദിസ് ഈസ് കോൾഡ് സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF. ഓക്കെ, ഈ സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എന്ത് ചെയ്യുക, സ്റ്റഡി കറണ്ട് കൊടുത്താൽ മതി. അത് കറണ്ട് ചേഞ്ച് ചെയ്യുമ്പോഴാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, EMF പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫാരഡേസ് ലോ പറഞ്ഞത് EMF ഫ്ലക്സ് എന്ത് ചെയ്യണം, ചേഞ്ച് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, EMF പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ എത്ര കാലത്തോളം നമ്മുടെ കറണ്ട് കോയിലുള്ള കറണ്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു ആ സമയത്തൊക്കെ എന്തുണ്ടാവും, അവിടെ സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. ദ സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF വിൽ പെർസിസ്റ്റ്
സോ ലോങ് ആസ് ദ കറണ്ട് ഇൻ ദ കോയിൽ ഈസ് ചേഞ്ചിങ്. കറണ്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഇ എം എഫ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി സെൽഫ് ഇൻഡക്റ്റൻസും കൂടി പറഞ്ഞിട്ട് വരാം. എന്താ സെൽഫ് ഇൻഡക്റ്റൻസ്? നേരത്തെ പറഞ്ഞു സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും? നമ്മുടെ അപ്ലൈഡ് വോൾട്ടേജ് അല്ലെങ്കിൽ ചേഞ്ചിങ് കറണ്ടിന് എന്ത് ചെയ്യും? ഓപ്പോസ് ചെയ്യും. ആ ഓപ്പോസിഷൻ, ആ പ്രോപ്പർട്ടീനെ വിളിക്കുന്ന പേരാണ് എന്ത്? സെൽഫ് ഇൻഡക്റ്റൻസ്. ഓക്കെ. ദ പ്രോപ്പർട്ടി ഓഫ് എ കോയിൽ ദാറ്റ് ഓപ്പോസസ് എനി ചേഞ്ച് ഇൻ ദ എമൗണ്ട് ഓഫ് കറണ്ട് ഫ്ലോയിങ് ത്രൂ ഇറ്റ്. അപ്പോൾ കറണ്ട് ചേഞ്ച് ചെയ്യുന്നത് കൊണ്ടാണ് എന്ത് വന്നത്? ഇ എം എഫ് വന്നത്. അപ്പോൾ ഇ എം എഫിൻ്റെ സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കണം? ആ ചേഞ്ച് ഇൻ കറണ്ടിന് എന്ത് ചെയ്യണം? ഓപ്പോസ് ചെയ്യണം. അപ്പോൾ ആ ചേഞ്ച് ഇൻ കറണ്ടിനെ ഓപ്പോസ് ചെയ്യുന്ന പ്രോപ്പർട്ടീനെ വിളിക്കുന്ന പേരാണ് എന്ത്? സെൽഫ് ഇൻഡക്റ്റൻസ്, അല്ലെങ്കിൽ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്ന് പറഞ്ഞത് എൽ ആണ്. ദ പ്രോപ്പർട്ടി ഓഫ് എ കോയിൽ ദാറ്റ് ഓപ്പോസസ് എനി ചേഞ്ച് ഇൻ ദ എമൗണ്ട് ഓഫ് കറണ്ട് flowing through it is called self inductance. Okay, this property, that is inductance, is due to the self induced EMF in the coil itself by the current. Okay, ഇനി നമ്മൾ കോയിലിൽ കറണ്ട് കൂട്ടിയാൽ എന്ത് സംഭവിക്കും? ഇഫ് ദ കറണ്ട് ഇൻ ദ കോയിൽ ഈസ് ഇൻക്രീസിങ്, സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF എന്തായിരിക്കും? കൂടും. സോ ആസ് ടു ഒപ്പോസ് ദ റൈസ് ഓഫ് ദ കറണ്ട്. നമ്മൾ കറണ്ട് റൈസ് ചെയ്യുന്ന അതിനെന്ത് ചെയ്യും? ഒപ്പോസ് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യും? നമ്മുടെ സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ദാറ്റ് ഈസ് ഡയറക്ഷൻ ഓഫ് സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈസ് ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ദ അപ്ലൈഡ് വോൾട്ടേജ്. ഇനി കറണ്ട് ഡിക്രീസിങ് ആണെങ്കിലോ? കറണ്ട് ഇൻ ദ കോയിൽ ഡിക്രീസിങ്, സെൽഫ് ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ ഡിക്രീസ് ഇൻ കറണ്ടിന് അതെന്ത് ചെയ്യും? ഓപ്പോസ് ചെയ്യും. ദാറ്റ് ഈസ് സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് വിൽ ബി സെയിം ഡയറക്ഷൻ ആസ് ദ അപ്ലൈഡ് വോൾട്ടേജ്. കറണ്ട് കൂടുമ്പോൾ അപ്ലൈഡ് വോൾട്ടേജിന് എന്ത് ചെയ്യും? ഓപ്പോസ് ചെയ്യും. കറണ്ട് കുറയുമ്പോൾ അപ്ലൈഡ് വോൾട്ടേജിന് എന്ത് ചെയ്യും? അത് സെയിം ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യും? മൂവ് ചെയ്യും. അപ്പോൾ ചേഞ്ച് ഇൻ കറണ്ടിന് എന്ത് ചെയ്യും? ഓപ്പോസ് ചെയ്യും. ഓക്കെ, അതാണ് ആര് ചെയ്യുന്ന വർക്ക്? സെൽഫ് ഇൻഡക്റ്റൻസ് ചെയ്യുന്ന വർക്ക്. ഓക്കെ, നെക്സ്റ്റ്. ഇറ്റ് മേ ബി നോട്ട് ദ സെൽഫ് ഇൻഡക്റ്റൻസ് ഡസ് നോട്ട് പ്രിവെൻറ്റ് ദ കറണ്ട് ഫ്രം ചേഞ്ചിങ്. അത് കറണ്ടിനെ ചേഞ്ച് ചെയ്യുന്നത് ഒഴിവാക്കുകയല്ല, പ്രിവെൻറ്റ് ചെയ്യുകയല്ല ചെയ്യുന്നതാണ്, ചെറിയൊരു ഡിലേ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് di/dt, ആ റേറ്റ് ഓഫ് ചേഞ്ചിന് അതെന്ത് ചെയ്യും? സ്ലോ ഡൗൺ ചെയ്യാണ് ചെയ്യുന്നത്. ഒപ്പോസ് ചെയ്യുന്നത് വെച്ചാൽ ഫുള്ളായിട്ട് അത് ഒപ്പോസ് ചെയ്യുന്ന നള്ളിഫൈ ചെയ്യുന്നതല്ല, സീറോ ആക്കുകയല്ല ചെയ്യുന്നത്. എന്താണ്? ആ ഡിലേ di/dt എന്ന് പറയുന്ന ഒരു ടേമിന് എന്ത് ചെയ്യാണ്? ഡിലേ ചെയ്യാണ് ചെയ്യുന്നത്. കാരണം വിത്ത് റെസ്പെക്ട് ടു ടൈമിലാണ് നമ്മൾ പറയുന്നത്. di/dt എന്ന് പറയുന്ന റൈസിനെ അതെന്ത് ചെയ്യും? ഒന്ന് സ്ലോ ആക്കും, ഡിലേ ആക്കും. ഓക്കെ, ഇനി ഗ്രേറ്റർ ദ സെൽഫ് ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ്, അതായത് സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് കൂടിയാൽ സെൽഫ് ഇൻഡക്റ്റൻസ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. സോ ലാർജർ ഈസ് ദ ഓപ്പോസിഷൻ ടു ദ ചേഞ്ചിങ് കറണ്ട്. അതായത് ഇ കൂടിയാൽ എന്ത് കൂടും? സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇ കൂടിയാൽ സെൽഫ് ഇൻഡക്റ്റൻസ് എൽ കൂടും. എൽ കൂടിയാൽ di/dt എന്തായിരിക്കും? di/dtൻ്റെ അതിനെ ഓപ്പോസ് ചെയ്യുന്ന റേറ്റ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ലാർജർ ഈസ് ദ ഓപ്പോസിഷൻ ടു ദ ചേഞ്ചിങ് കറണ്ട്. കറണ്ട് ചേഞ്ചിന് അതെന്ത് ചെയ്യും? ഓപ്പോസ് ചെയ്യും. ഓക്കെ, ഇനി നമ്പർ ഓഫ് നമുക്കറിയാം ഫാരഡേസ് ലോ പ്രകാരം എന്താ? സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് അല്ലെങ്കിൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? നമ്പർ ഓഫ് ടേൺസിനെ ഡിപ്പെൻഡ് ചെയ്യും. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സിന് എന്ത് ചെയ്യും? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്പർ ഓഫ് ടേൺസിനും ഡിപ്പെൻഡ് ചെയ്യും, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സിനെയും ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇന്ന് എന്ത് മനസ്സിലാക്കാം? ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ഫസ്റ്റ് നമ്പർ ഓഫ് ടേൺസ്, ഷേപ്പ് എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമ്പർ ഓഫ് ടേൺസിന് എന്തായാലും ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ ഏത് മെറ്റീരിയലാണെന്നുള്ള കോയിലിന് ചുറ്റുള്ള മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ മാഗ്നറ്റിക് ഫീൽഡിൽ ആ ചേഞ്ച് ഉണ്ടല്ലോ, di/dt എന്ന് പറഞ്ഞാൽ ചേഞ്ചിന് എന്ത് ചെയ്യും? ഡിപ്പെൻഡ് ചെയ്യും. ഇനി നോക്കാം, നമുക്ക് ഇതിനൊരു ഇക്വേഷൻ വേണം. മാഗ്നിറ്റ്യൂഡ് ഓഫ് സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഒന്ന് നോക്കിയാൽ, നമ്മുടെ കയ്യിലൊരു കോയിലുണ്ട്, n ടേൺസ് ഉള്ള ഒരു കോയിലുണ്ട്. ആ കോയിലുള്ള ഇഫ് ദ കറണ്ട് ഇൻ ദ കോയിൽ ചേഞ്ചസ്, ദ ഫ്ലക്സ് ലിങ്കേജ് ആൾസോ ചേഞ്ചസ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കറണ്ട് ചേഞ്ച് ചെയ്യുമ്പോഴാണ് എന്ത് ചേഞ്ച് ചെയ്യുന്നത്? ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടാവും. ആ ഇ എം എഫിന് ഇക്വേഷൻ എന്താ? ഇ ഈസ് ഈക്വൽ ടു എൻ d∅/dt. ഫാരഡേസ് ലോ ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? ഈ n കോൺസ്റ്റൻ്റ് ആണ്, നമുക്ക് എന്ത് വിളിക്കാം? d/dt ഓഫ് n∅ എന്ന് വിളിക്കാം. ഡെറിവേഷൻ ഒന്നും വേണ്ട, ഫൈനൽ ഇക്വേഷൻ മാത്രം മതി. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ മാത്രമേ ഉള്ളൂ. d/dt ഓഫ് n∅. ഓക്കെ, ഇനി ഈ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? നമ്മൾക്ക് കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യാം. കാരണം കറണ്ട് ചേഞ്ച് ചെയ്യുമ്പോൾ ആര് ചേഞ്ച് ചെയ്യും? ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു കോയിലുള്ള കറണ്ടാണ് I. അപ്പോൾ n∅ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടോട്ടൽ എല്ലാ കോയിലുള്ള ഫ്ലക്സ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് എന്താ? ഈ പ്രൊപ്പോർഷണൽ ടു
ഡി ഐ ബൈ ഡി ടി. ഇനി എൻ ഫൈ ഇല്ല, എൻ ഫൈക്ക് പകരം എന്താണ്, ഐ ആണ്. എൻ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ടേൺസ്, ഫൈ എന്ന് പറഞ്ഞാൽ ഫ്ലക്സ്. അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് ഇൻറ്റു ഫ്ലക്സ്, നമുക്ക് ആ ലിങ്കേജ് നമുക്ക് എന്തെന്ന് പറയാം, കറണ്ട് എന്ന് പറയാം. അപ്പോൾ ഈ പ്രൊപ്പോർഷണൽ ടു ഡി ഫൈ ബൈ ഡി ടി, സോറി ഡി ഐ ബൈ ഡി ടി. പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി എന്ത് കൊടുക്കുക, ഒരു കോൺസ്റ്റന്റ് കൊടുക്കുക, കോൺസ്റ്റന്റ് ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. ദാറ്റ് ഈസ് ഇ ഈസ് ഈക്വൽ ടു, നമ്മൾ ആ കോൺസ്റ്റന്റിന് വിളിക്കുന്ന പേരാണ് സെൽഫ് ഇൻഡക്റ്റൻസ് എൽ. അപ്പോൾ ഇ ഈസ് ഈക്വൽ ടു എൽ ബൈ ഡി ഐ ബൈ ഡി ടി. ഇ ഈസ് ഈക്വൽ ടു എൽ ഡി ഐ ബൈ ഡി ടി ആണ് എന്തിൻ്റെ ഇക്വേഷൻ, സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൻ്റെ ഇക്വേഷൻ. അതൊരു ഇൻഡക്ടറിൽ ഉണ്ടാവുന്ന വോൾട്ടേജിൻ്റെ ഇക്വേഷൻ അത് എൽ ഡി ഐ ബൈ ഡി ടി. ഇ ഈസ് ഈക്വൽ ടു എൽ ഡി ഐ ബൈ ഡി ടി, വേർ എൽ ഈസ് എ കോൺസ്റ്റന്റ് കോൾഡ് സെൽഫ് ഇൻഡക്റ്റൻസ് ഓർ ഇൻഡക്റ്റൻസ് ഓഫ് ദ കോയിൽ. ഓക്കെ, അതിലത്തുള്ള എല്ലിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഇൻഡക്റ്റൻസ് ഓർ സെൽഫ് ഇൻഡക്റ്റൻസ്. ഇനി യൂണിറ്റ് ഓഫ് ഇൻഡക്റ്റൻസ് എന്താ, നമ്മൾ മുമ്പ് പഠിച്ചുള്ള സാധനം തന്നെ. ഇൻഡക്ടറിൻ്റെ യൂണിറ്റ് എന്താ, ഹെൻറി. എച്ച് ആണ് എന്ത്, ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും, അപ്ലൈഡ് വോൾട്ടേജിന് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് തന്നെ ലെൻസസ് ലോ പ്രകാരം എന്തായിരിക്കും, ഇ ഈസ് ഈക്വൽ ടു മൈനസ് എൽ ഡി ഐ ബൈ ഡി ടി, മൈനസ് എൽ ഡി ഐ ബൈ ഡി ടി. ഇനി സെൽഫ് ഇൻഡക്റ്റൻസിന് വേറെ ഇക്വേഷൻസ് ഉണ്ട്. ഇക്വേഷൻസ് മാത്രം ഓർത്ത് വെക്കുക, അതിൽ നിന്നുള്ള പ്രോബ്ലംസ് ആയിരിക്കും. അല്ലെങ്കിൽ അതിലുള്ള ഇക്വേഷൻസ് മാത്രമായിട്ട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ലാസ്റ്റത്തെ എൻ സ്ക്വയർ ബൈ എസ് എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ, അത് വെച്ചിട്ട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. സോ നോക്കുക, എക്സ്പ്രഷൻസ് ഫോർ സെൽഫ് ഇൻഡക്റ്റൻസ് 3 ഇക്വേഷൻസ് ആണ് മെയിനായിട്ട് വരുന്നത്. ഒരു ഇക്വേഷൻ നമുക്ക് എവിടെ നിന്ന് കിട്ടും, നമ്മളിപ്പോൾ ഒരു സാധനം പഠിച്ചിട്ടുണ്ട്, ഇ ഈസ് ഈക്വൽ ടു എൽ ഡി ഐ ബൈ ഡി ടി. ഇ ഈസ് ഈക്വൽ ടു എൽ ഡി ഐ ബൈ ഡി ടി. അതിന് എൽ ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം നമുക്ക്, ഇ ഡിവൈഡഡ് ബൈ, ഒന്ന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം, ഇ ഡിവൈഡ് ബൈ ഡി ഐ ബൈ ഡി ടി. ഇ ഡിവൈഡ് ബൈ ഡി ഐ ബൈ ഡി ടി. ഓക്കെ, ഇ ഡിവൈഡ് ബൈ ഡി ഐ ബൈ ഡി ടി ആണ് എന്ത്, ഇൻഡക്റ്റൻസിൻ്റെ ഇക്വേഷൻ. ജസ്റ്റ് എന്താ, എൽ എന്ന് വെച്ചാൽ എന്താ, നമുക്ക് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞൂടെ, റെസിസ്റ്റൻസ്. ഇ എന്ന് വെച്ചാൽ എന്താ, വോൾട്ടേജ് വി. ഡിനോമിനേറ്ററിൽ എന്ത് ടേമാണ് വരുന്നത്, കറണ്ടിൻ്റെ ടേമാണ് വരുന്നത്. ദാറ്റ് ഇസ് ആർ ഈക്വൽ ടു വി ബൈ ഐ. അതേ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ വരുന്നത്. ഇപ്പോൾ പക്ഷെ ഡയറക്റ്റ് കറണ്ടിനല്ല ഒപ്പോസ് ചെയ്യുന്നത്, എന്തിനാണ്, റൈസ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ടിനാണ് എന്ത് ചെയ്യുന്നത്, അത് ഒപ്പോസ് ചെയ്യുന്നത്. അപ്പോൾ എൽ ഈസ് ഈക്വൽ ടു എഫക്റ്റീവ്ലി നമുക്ക് എന്ത് പറയാം, വോൾട്ടേജ് ബൈ കറണ്ട് തന്നെയാണ്. ഇപ്പോൾ വോൾട്ടേജിന് പകരം ഇ ഡിവൈഡഡ് ബൈ സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്, ഇ ഡിവൈഡഡ് ബൈ കറണ്ട് എന്ന് പറയുന്നത് ഡി ഐ ബൈ ഡി ടി. അപ്പോൾ എല്ലിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇ ഈസ് ഈക്വൽ ടു ഡി ഐ ബൈ എൽ ഈക്വൽ ടു ഇ ഡിവൈഡഡ് ബൈ ഡി ഐ ബൈ ഡി ടി. അതാണ് ഒരു ഇക്വേഷൻ. നെക്സ്റ്റ് രണ്ടാമത്തെ ഇക്വേഷൻ, പക്ഷേ ഇതിൽ നിന്ന് തന്നെ ഡിറൈവ് ചെയ്ത് എടുക്കുന്നതാണ്. നമുക്കറിയാം ഇ ഈസ് ഈക്വൽ ടു എൽ ഡി ഐ ബൈ ഡി ടി. അപ്പോൾ ഇതിന് നമുക്ക് എഫക്റ്റീവിൽ എന്ത് ചെയ്താം, ഡി ബൈ ഡി ടി ഓഫ് എൽ ഐ, കാരണം എൽ കോൺസ്റ്റൻ്റ് ആണ്. ഇനി ഐക്ക് പകരം എന്ത്, നേരത്തെ എന്ത് എഴുതിയ, ഐക്ക് പകരം എൻ ഫൈ എന്ന് എഴുതിയില്ലേ, ഐക്ക് പകരം എന്ത് എഴുതി, എൻ ഫൈ എന്ന് എഴുതി. അപ്പോൾ എൽ ഐ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്താം, എൽ ഐ ഈസ് ഈക്വൽ ടു എൻ ഫൈ എന്ന് എഴുതി കൂടെ. ഈ രണ്ട് ഇക്വേഷൻ എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യുക. ദാറ്റ് ഇസ് ഡി ബൈ ഡി ടി ഓഫ് എന്നിനുള്ളിലേക്ക് എടുത്ത് എന്ത് കിട്ടും, എൻ ഫൈ. രണ്ടും എന്തിൻ്റെ ഇക്വേഷനാണ്, സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൻ്റെ ഇക്വേഷനാണ്. നമുക്ക് എന്ത് ചെയ്താം, എൻ ഫൈയും എൽ ഐയും രണ്ടും ഇക്വാലൻ്റ് ആണ്. എൻ ഫൈ ഈസ് ഈക്വൽ ടു എന്ത്, എൽ ഐ എന്ന് എഴുതാം. അതിൽ എൻ ഈക്വൽ ടു എന്താ, എൽ ഈസ് ഈക്വൽ ടു എൻ ഫൈ ബൈ ഐ, എൻ ഫൈ ബൈ ഐ. അതിൽ എൻ ഫൈ എന്ന് വെച്ചാൽ എന്താ, എം എം എഫ് അല്ലേ. ഓക്കെ, എൻ ഫൈ എന്ന് വെച്ചാൽ എന്താ, എം എം എഫ് ആണ്. അപ്പോൾ എം എം എഫ് ബൈ കറണ്ട്, എം എം എഫ് ബൈ കറണ്ട്, അതായത് എം എഫ് എന്ന് വെച്ചാൽ വോൾട്ടേജ് ബൈ കറണ്ട് ആണ് എന്ത്, ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഡക്റ്റൻസ് എൽ ഈസ് ഈക്വൽ ടു എൻ ഫൈ ബൈ ഐ. അവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, എല്ലിൻ്റെ അടുത്ത ഇക്വേഷൻ എൻ ഫൈ ബൈ ഐ. ഇതൊക്കെ വെച്ച് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ജസ്റ്റ് ഇക്വേഷൻ മാത്രമെങ്കിലും നിങ്ങളൊന്ന്, ഡെറിവേഷൻ ഒന്നും വേണ്ട, ഇക്വേഷൻ കൊടുത്തേക്ക്. എൽ ഐ ഈസ് ഈക്വൽ ടു എൻ ഫൈ എങ്ങനെ വന്നു എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞത്. എൽ ഐ ഈസ് ഈക്വൽ ടു എൻ ഫൈ, ഐ എൽ ഈസ് ഈക്വൽ ടു എൻ ഫൈ ബൈ ഐ. ഇനി അടുത്ത ഇക്വേഷൻ നോക്കിയാൽ നമുക്കറിയാം എൽ ഈസ് ഈക്വൽ ടു എന്താ, എൻ ഡി ഫൈ ബൈ ഡി ഐ. എൻ ഡി ഫൈ ബൈ എൻ ഡി ഫൈ ബൈ ഡി ടി ആണ് ഇക്വേഷൻ. എൻ ഡി ഫൈ ബൈ ഡി ടി എന്ന് പറഞ്ഞ ഇക്വേഷൻ അറിയാം. ഇനി നമുക്ക് ഫ്ലക്സ് എന്ന് വെച്ചാൽ എന്താ, ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എം എം എഫ് ബൈ റിലക്റ്റൻസ്, എം എം എഫ് ബൈ റിലക്റ്റൻസ്. ഓക്കെ, അതിന് ഇക്വേഷൻ എന്ത് കിട്ടും, എം എം എഫ് വെച്ചാൽ എൻ ഇൻറ്റു ഐ ആണ് എന്ത്, എം എം എഫിൻ്റെ ഇക്വേഷൻ. റിലക്റ്റൻസ് ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു, എൽ ബൈ എ, എൽ ബൈ മ്യൂ എ. ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എൽ ബൈ മ്യൂ എ ആണ് ഇത് റിലക്റ്റൻസിൻ്റെ
ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഈ ഫൈ എടുത്ത് എന്ത് ചെയ്യുക, ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, എൻ എ മ്യൂ സീറോ മ്യൂ ആർ, മ്യൂക്ക് പകരം മ്യൂ സീറോ മ്യൂ ആർ കൊടുത്തതേ ഉള്ളൂ. എൽ ബൈ മ്യൂ സീറോ ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ഒന്ന് നോക്കിയാൽ മതി, പക്ഷെ ഒന്നും ചെയ്യാനില്ല. എൻ ബൈ മ്യൂ സീറോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷൻ എൽ ഈസ് ഈക്വൽ ടു എൻ സ്ക്വയർ ബൈ എസ്. എൽ ഈസ് ഈക്വൽ ടു എൻ സ്ക്വയർ ബൈ എസ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, ഒരു റിലേഷൻ കിട്ടും. എൽ ഈസ് ഈക്വൽ ടു എൻ സ്ക്വയർ ബൈ റിലക്റ്റൻസ്. ഈ ഒരു ഇക്വേഷൻ എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് നോക്കുക. ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് പ്രോബ്ലംസ് ചോദിച്ചിട്ടുള്ളത്. മുമ്പത്തെ ഒരു ഡിപ്ലോമ ലെവൽ ക്വസ്റ്റ്യനിലുണ്ടായിരുന്നു ഇൻഡക്റ്റൻസ് എൽ ഈസ് ഈക്വൽ ടു എൻ സ്ക്വയർ ബൈ റിലക്റ്റൻസ്. ദാറ്റ് ഈസ് ഇൻഡക്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് ടേൺസിൻ്റെ സ്ക്വയർ and inversely proportional to reluctance of the magnetic path. L is equal to n square by reluctance. L equal to n square by s. Okay, അങ്ങനെ 3 ഇക്വേഷൻ ആണ് എല്ലിനുള്ളത്. ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് എൽ ഇസ് ഈക്വൽ ടു ഇ ബൈ ഡി ഐ ബൈ ഡി ടി. രണ്ടാമത്തെ ഇക്വേഷൻ എൽ ഇസ് ഈക്വൽ ടു എൻ ഫൈ ബൈ ഐ. മൂന്നാമത്തെ ഇക്വേഷൻ എൽ ഇസ് ഈക്വൽ ടു എൻ സ്ക്വയർ ബൈ എസ്. ഇതാണ് സെൽഫ് ഇൻഡക്റ്റൻസ് അല്ലെങ്കിൽ സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. ഇനി അതേപോലെ ഒരു ടേമും കൂടി എന്താ, മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. ഓക്കെ, എന്താണ് മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞു സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് വെച്ചാൽ എന്താ, ഒരു കോയിലിലേക്ക് നമ്മൾ ഇ എം എഫ് വോൾട്ടേജ് കൊടുക്കുന്നു, അതേ കോയിലിൽ തന്നെയാണ് എന്തുണ്ടാവുന്നത്, ഇ എം എഫ് ഉണ്ടാവുന്നത്. അതാണ് എന്ത്, സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. ഇനി മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്തായിരിക്കും, നമ്മുടെ അടുത്ത് 2 കോയിൽ, മ്യൂച്വൽ എന്ന് പറയുമ്പോൾ തന്നെ 2 കോയിൽ വേണം. നമ്മുടെ അടുത്ത് 2 കോയിലുണ്ട്. നോക്കാം, നമ്മുടെ കയ്യിൽ 2 കോയിലുണ്ട്, ഇവിടെയുണ്ട്, അതിൻ്റെ നെയ്ബറിൽ വേറൊരു കോയിലുണ്ട്. ഓക്കെ, ഈ കോയിലിലേക്ക് നമ്മൾ എന്ത് കൊടുക്കുകയാണ്, ഒരു വോൾട്ടേജ് കൊടുക്കുകയാണ്. വോൾട്ടേജ് കൊടുക്കുമ്പോൾ കറണ്ട് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, ഒരു ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ആ ഫ്ലക്സ് കാരണം ഇവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ഒരു ഇ എം എഫ് എന്തായാലും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ ഒരു സെൽഫ് ഇൻഡക്റ്റൻസ് ഉണ്ടാവുന്നുണ്ട്, L1 എന്ന് പറഞ്ഞ സെൽഫ് ഇൻഡക്റ്റൻസ് ഉണ്ടാവുന്നുണ്ട്. ഇനി നോക്കാം, അതിൻ്റെ അടുക്കാണ് നമ്മൾ എന്ത് വെച്ചിട്ടുള്ളത്, കോർ എന്ന് പറഞ്ഞ മാഗ്നറ്റിക് മെറ്റീരിയൽ വെച്ചിട്ടുള്ളത്. ഇത് നോക്കി, പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സിൽ ഒരു ഭാഗം എങ്ങോട്ടേക്ക് എത്തും, ഈ കോർ വഴി അടുത്ത കോയിലിലേക്ക് എത്തും. അപ്പോൾ ഫ്ലക്സ് എന്ത്, എല്ലാ ഫ്ലക്സ് എത്തൂല, ഒരു എമൗണ്ട് ഓഫ് ഫ്ലക്സ് ഇവിടെ എത്തും. നമ്മൾ ഒരു കോയിലിൽ മാത്രം സപ്ലൈ കൊടുത്തിട്ടുള്ളൂ, അവിടെ ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്തു. ആ ഫ്ലക്സ് കാരണം അവിടെ ഒരു സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടായി, അവിടെ സെൽഫ് ഇൻഡക്റ്റൻസ് L1 ഉണ്ടായി. ഈ ഫ്ലക്സിൽ ഒരു ഭാഗം എവിടെ എത്തും, രണ്ടാമത്തെ കോയിലിലേക്ക് എത്തും. അതും തന്നെയാണ് ചേഞ്ചിങ് ഫ്ലക്സ് തന്നെയാണ്. രണ്ടാമത്തെ കോയിലും എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ഒരു ഇ എം എഫ് പ്രൊഡ്യൂസ് ചെയ്യും, E2. അതാണ് സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. അവിടെ ഒരു ഇൻഡക്റ്റൻസ് ഉണ്ടാവും, L2. ഇനി ഈ രണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാവുന്ന ഇ എം എഫിനെ വിളിക്കുന്ന പേരാണ് എന്ത്, മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. അതായത് നമുക്ക് ഒരു കോയിലിലേക്ക് സപ്ലൈ കൊടുക്കുമ്പോൾ ഒരു കോയിലുള്ള ചേഞ്ചിങ് കറണ്ട് കാരണം തൊട്ടടുത്ത കോയിലിൽ ഉണ്ടാവുന്ന ഇ എം എഫിനെ വിളിക്കുന്ന പേരാണ് എന്ത്, മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. ദ ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് ഇൻ എ കോയിൽ ഡ്യൂ ടു ദ ചേഞ്ചിങ് കറണ്ട് ഇൻ ദ നെയ്ബറിംഗ് കോയിൽ ഈസ് കോൾഡ് മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. ഓക്കെ, ഇവിടെ ഫിഗറിൽ 2 കോയിൽ കാണിച്ചിട്ടുണ്ട്, എ ഉണ്ട്, ബി ഉണ്ട്. ദ ഇ എം എഫ് ഇൻ ദ ഇൻഡ്യൂസ്ഡ് കോയിൽ എ, ഇതിലേക്കാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, വോൾട്ടേജ് അല്ലെങ്കിൽ സപ്ലൈ വോൾട്ടേജ് കൊടുക്കുന്നത്. അവിടെ ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്ത് അവിടെ ഒരു ഇ എം എഫ് ഉണ്ടായില്ലേ, ആ ഇ എം എഫ് ആണ് എന്ത്, സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. ഇനി ആ ഇ എം എഫിൽ ഒരു ഭാഗം, ഫ്ലക്സിൽ ഒരു ഭാഗം ഇവിടെ എത്തി, രണ്ടാമത്തെ കോയിലിലേക്ക് എത്തി, അവിടെ ഒരു ഇ എം എഫ് പ്രൊഡ്യൂസ് ചെയ്തു. ആ ഇ എം എഫിനെ വിളിക്കുന്ന പേരാണ് എന്ത്, മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. അതായത് നമ്മുടെ ഇവിടെ E2 എന്ന് പറഞ്ഞില്ല, അതാണ് എന്ത്, മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. ഓക്കെ, ദ ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ കോയിൽ എ ഈസ് കോൾഡ് സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. ദ ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ കോയിൽ ബി ഈസ് കോൾഡ് മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. ഇനി ഒരു ഇക്വേഷൻ വേണം നമുക്കറിയാം, ഇ ഈസ് ഈക്വൽ ടു, ബേസിക് ഇക്വേഷൻ എന്താ, ഫാരഡേസ് ലോ പ്രകാരം ഇ ഈസ് ഈക്വൽ ടു എൻ ഡി ഫൈ ബൈ ഡി ടി, എൻ ഡി ഫൈ ബൈ ഡി ടി. ഇനി മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഇ എം എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്, എം ഫോർ മ്യൂച്വൽ. ഇ എം ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടേൺസ്. ഏതിൻ്റെ നമ്പർ ഓഫ് ടേൺസ് ആണ്, സെക്കൻഡ് രണ്ടാമത്തെ കോയിലിൻ്റെ നമ്പർ ഓഫ് ടേൺസ്, അതാണ് എൻ ബി. ഓക്കെ, നമ്പർ ഓഫ് ടേൺസ് രണ്ടാമത്തെ കോയിലുള്ള നമ്പർ ഓഫ് ടേൺസ് എൻ ബി ഇൻറ്റു ഡി ഫൈ ബൈ ഡി ടി. ഏത് ഫ്ലക്സിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതായത് നമ്മൾ ഇവിടെ നിന്ന് ഒരു ഭാഗം ഫ്ലക്സ് ഇങ്ങോട്ടേക്ക് പോകുമെന്ന് പറഞ്ഞില്ലേ, മ്യൂച്വൽ രണ്ടിലും
ഷെയർ ചെയ്യുന്ന ഫ്ലക്സ്, അതിനെ വിളിക്കുന്ന പേരാണ് ഫൈ എം, മ്യൂച്വൽ ഫ്ലക്സ് എന്ന് പറയാം. ഓക്കെ, ആ മ്യൂച്വൽ ഫ്ലക്സിന് എന്ത് ചെയ്യും, ഡിപ്പെൻഡ് ചെയ്യും. ദാറ്റ്സ് എൻ ഇൻറ്റു അല്ലെങ്കിൽ എൻ ബി ഇൻറ്റു, ബി ആണ് രണ്ടാമത്തെ കോയിൽ, രണ്ടാമത്തെ കോയിലുള്ള ടേൺസ് ഇൻറ്റു ഡി ഫൈ എം ബൈ ഡി ടി, ഡി ഫൈ എം ബൈ ഡി ടി. അതിൽ ഡി എം എന്ന് വെച്ചാൽ, സോറി, ഫൈ എം എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫ്ലക്സ്, എത്ര ഫ്ലക്സ് ആണ് ഒരു കോയിലിൽ നിന്ന് മറ്റേ കോയിലിലേക്ക് പോയത്. ഇതാണ് എന്ത്, മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു. ഇ എം ഇസ് ഈക്വൽ ടു എൻ ബി ഇൻറ്റു ഡി ഫൈ എം ബൈ ഡി ടി. ഓക്കെ, ഇതാണ് എന്തിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്, അല്ലെങ്കിൽ മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്തിൻ്റെ പ്രിൻസിപ്പിളാണ്, ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ട്രാൻസ്ഫോമറിൽ രണ്ട് കോയിൽസ് ഉണ്ട്, പ്രൈമറി കോയിലുണ്ട്, സെക്കൻഡറി കോയിലുണ്ട്. നമ്മൾ പ്രൈമറി കോയിലിലേക്കാണ് സപ്ലൈ കൊടുക്കുന്നത്, പക്ഷേ നമുക്ക് ഇ എം എഫ് എവിടെ കിട്ടും, സെക്കൻഡറി കോയിൽ, രണ്ടാമത്തെ കോയിലിലും ഇ എം എഫ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇ എം എഫ് സെക്കൻഡറി കോയിലാണ്. അപ്പോൾ സെക്കൻഡറി കോയിലിൻ്റെ ഇ എം എഫ് നമ്പർ ഓഫ് ടേൺസ് അനുസരിച്ചിട്ടാണ് അത് ഇ എം എഫ് കൂടുതലാണോ കുറവാണെന്ന് പറയാം. നമ്പർ ഓഫ് ടേൺസ് കൂടുതലാണെങ്കിൽ സെക്കൻഡറിയിൽ, രണ്ടാമത്തെ കോയിലിൽ നമ്പർ ഓഫ് ടേൺസ് കൂടുതലാണെങ്കിൽ അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ എന്തെന്ന് പറയും, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയും. ഇനി രണ്ടാമത്തെ കോയിലിൽ നമ്പർ ഓഫ് ടേൺസ് കുറവാണെങ്കിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് എന്തായിരിക്കും, നമ്മൾ കൊടുത്ത അപ്ലൈഡ് വോൾട്ടേജിനേക്കാളും കുറവായിരിക്കും. അപ്പോൾ നമ്മൾ എന്തെന്ന് പറയും, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് പറയും. അപ്പോൾ ഏത് കോയിലിലേക്കാണോ മ്യൂച്വൽ ചെയ്യുന്നത്, രണ്ടാമത്തെ കോയിലിലേക്കാണെങ്കിൽ ആ കോയിലിലുള്ള നമ്പർ ഓഫ് ടേൺസ് ആണ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഇ എം എഫിനെ, ഇൻഡ്യൂസ്ഡ് ഇ എം എഫിനെ എന്ത് ചെയ്യുന്നത്, ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതാണ് ഇവിടെ എൻ ബി എന്ന് പറഞ്ഞത്, എൻ ബി ഇൻറ്റു ഡി ഫൈ എം ബൈ ഡി ടി. ഇനി മ്യൂച്വൽ ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും, എന്ത് കാരണം കൊണ്ടാണോ മ്യൂച്വൽ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടായത് അതിൻ്റെ ഇനി എന്ത് ചെയ്യും, ഓപ്പോസ് ചെയ്യും. അവിടെ എന്ത് തന്നെയാണ്, നമ്മൾ അപ്ലൈഡ് വോൾട്ടേജ് തന്നെയാണ് ഓപ്പോസിങ് വന്നത്. അപ്പോൾ മൈനസ് ഡി ഫൈ എം ബൈ ഡി ടി തന്നെ ആയിരിക്കും. അപ്പോൾ ഒരു ഓപ്പോസിഷൻ വരുന്നതുകൊണ്ട് ആ പ്രോപ്പർട്ടീനെ വിളിക്കുന്ന പേരാണ് എന്ത്, മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറയും. അപ്പോൾ മ്യൂച്വൽ ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൻ്റെ ഇക്വേഷൻ ഇപ്പോൾ ഒന്നുകൂടി പറയാം. ഇവിടുത്തെ രണ്ട് കോയിൽസ് ഉണ്ട്, എയും ബി എന്ന് പറഞ്ഞ രണ്ട് കോയിൽസ് ഉണ്ട്. ടു കോയിൽസ് എ ആൻഡ് ബി പ്ലേസ്ഡ് അഡ്ജസ്റ്റന്റ് ടു ഈച്ച് അതർ. I1 ആണ് കോയിൽ എയിലുള്ള കറണ്ട്, കോയിൽ എയിൽ കൂടെ I1 കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ഒരു ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഫ്ലക്സിൻ്റെ ഒരു ഭാഗം φ12 എന്ന് പറഞ്ഞൊരു ഭാഗം, φ12 അത് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്ത എല്ലാ ഫ്ലക്സും ഇവിടെ എത്തുന്നില്ല, സെക്കൻഡറിയിലേക്ക് എത്തുന്നില്ല, ഒരു ഭാഗമാണ് ഇവിടെ എത്തുന്നത്. ഓക്കെ, ആ φ12 ആണ് നമ്മൾ സെക്കൻഡറിയിലേക്ക്, രണ്ടാമത്തെ കോയിലിലേക്ക് എത്തുന്ന ഫ്ലക്സ് എന്ന് വിചാരിക്കാം. കറണ്ട് കോയിലിൽ എ വേരി ചെയ്താൽ ആര് വേരി ചെയ്യും, ഈ ഫ്ലക്സ് എന്ത് ചെയ്യും, വേരി ചെയ്യും. φ12 എന്ന് പറഞ്ഞ ഫ്ലക്സ് വേരി ചെയ്യും. അപ്പോൾ ഇ എം എഫിൽ ബി എന്ന് പറഞ്ഞ കോയിലിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ഒരു ഇ എം എഫ് പ്രൊഡ്യൂസ് ചെയ്യും. ഐ എം എഫിലാണെന്ന് വെച്ചാൽ മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് വിളിച്ചത്. ഓക്കെ, ഇത് നോക്കിയാൽ ഇപ്പോൾ മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. കോയിൽ എയിലുള്ള റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ടിന് എന്ത് ചെയ്യും, ഡിപ്പെൻഡ് ചെയ്യും. കാരണം എന്താ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് ചേഞ്ച് ചെയ്യുമ്പോൾ ഫ്ലക്സ് ചേഞ്ച് ചെയ്യും, ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ ഇ എം എഫ് എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. അപ്പോൾ രണ്ടാമത്തെ കോയിലുള്ള ഇ എം എഫ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനാണ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് ഇൻ കോയിൽ എ. ദാറ്റ് ഈസ് ഇ എം ഈസ് പ്രൊപ്പോർഷണൽ ടു ഡി I1 ബൈ ഡി ടി, ഡി I1 ബൈ ഡി ടി. ഓക്കെ, പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് കൊടുക്കും, ഒരു കോൺസ്റ്റന്റ് കൊടുക്കും, അതാണ് എം, അതാണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. ദാറ്റ് ഈസ് ഇ എം ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ഡി I1 ബൈ ഡി ടി. ദാറ്റ് ഈസ് പ്രൈമറി ഫസ്റ്റത്തെ കോയിലുള്ള കറണ്ടിലുള്ള ചേഞ്ച് കാരണമാണ്. അത് ചേഞ്ചിനെ എന്ത് ഡിപ്പെൻഡ് ചെയ്യും, മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഇ എം എഫ് ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഇ എം ഇസ് ഈക്വൽ ടു എം ഡി I1 ബൈ ഡി ടി, വേറെ എം ഇസ് കോൺസ്റ്റന്റ് കോൾഡ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. യൂണിറ്റ് എന്ത് തന്നെയാണ്, ഹെൻറി തന്നെയാണ്. ഓക്കെ, മ്യൂച്വൽ ഇൻഡക്റ്റൻസിന് യൂണിറ്റും ഹെൻറി തന്നെയാണ്. ഇനി മ്യൂച്വൽ ഇൻഡക്റ്റൻസ് രണ്ട് കോയിൽസും, നമ്മുടെ രണ്ട് കോയിൽ നിന്ന് ഇലക്ട്രിക്കൽ എന്തുണ്ടാവില്ല, കണക്ഷൻ ഉണ്ടാവില്ല, പക്ഷെ മാഗ്നറ്റിക്കലി ആയിരിക്കും എന്തുണ്ടാവുക, കണക്ഷൻ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് പറയും, മാഗ്നറ്റിക് കപ്ലിംഗ് അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് കപ്ലിംഗ് എന്ന് പറയും. രണ്ട് കോയിൽസ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് വഴി കപ്പിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മാഗ്നറ്റിക് കപ്ലിംഗ് ഓർ ഇൻഡക്റ്റീവ് കപ്ലിംഗ് എന്ന് പറയും. ഇതും നമ്മുടെ ഡയറക്ഷൻ എന്തായിരിക്കും, ആ കറണ്ടിന് എന്ത് ചെയ്യും, ഓപ്പോസ് ചെയ്യും. അപ്പോൾ എന്ത് കിട്ടും, ഇ എം ഇസ് ഈക്വൽ ടു മൈനസ് എം ഡി I1 ബൈ ഡി ടി, ഇ എം ഇസ് ഈക്വൽ ടു മൈനസ് എം ഡി I1 ബൈ ഡി ടി. ഇനി എക്സ്പ്രഷൻ ഫോർ മ്യൂച്വൽ ഇൻഡക്റ്റൻസ്, നമ്മൾ നേരത്തെ സെൽഫ് ഇൻഡക്റ്റൻസ് പറഞ്ഞ പോലെ മ്യൂച്വൽ ഇൻഡക്റ്റൻസിന് എന്തുണ്ട്, ഇക്വേഷൻ വേണം. ഫസ്റ്റത്തെ ഇക്വേഷൻ നമ്മളിപ്പോൾ പറഞ്ഞു, ഇ എം ഇസ് ഈക്വൽ ടു എന്താണ്, എം ഡി I1 ബൈ ഡി ടി, എം ഡി I1 ബൈ ഡി ടി എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. നോക്കാം. അപ്പോൾ ഇന്ന് എം ഈക്വൽ ടു എന്ത് കിട്ടും, എം ഇസ് ഈക്വൽ ടു
M is equal to Em by di1 by dt. M is equal to Em divided by di1 by dt. ഇതാണ് എമ്മിൻ്റെ ഒരു ഇക്വേഷൻ. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ എന്താ? നമ്മൾ നേരത്തെ n5 by I എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? L is equal to n5 by I എന്നൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അതേപോലെ എമ്മിന് ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്താം? n നമ്പർ ഓഫ് ടേൺസ്. ഏതിന് നമ്പർ ഓഫ് ടേൺസ് എടുക്കണ്ടേ? രണ്ടാമത്തെ കോയിലിൻ്റെ നമ്പർ ഓഫ് ടേൺസ്. ഓക്കെ, n2. ഫ്ലക്സ്, ഏത് ഫ്ലക്സ് ആണ് ലിങ്ക് ചെയ്യുന്നത്? 1ലും 2ലും കോമൺ ആയിട്ടുള്ള ഫ്ലക്സ് n512 ഡിവൈഡഡ് ബൈ എവിടുത്തെ കറണ്ടാണ്? ഫസ്റ്റ് പ്രൈമറിയിലുള്ള കറണ്ടാണ്. അപ്പോൾ എം ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും ഇക്വേഷൻ? n2 512 ഡിവൈഡഡ് ബൈ I1. ഓക്കെ, n2 512 ഡിവൈഡഡ് ബൈ I1. M is equal to n2 512 by I1. ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. മൂന്നാമത്തെ ഇക്വേഷൻ എന്താ? മൂന്നാമത്തെ ഇക്വേഷൻ നമുക്ക് എല്ലിന് ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താ? L is equal to n square by s. n square by s എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എമ്മിന് ഇക്വേഷൻ എന്തായിരിക്കും? ഇവിടെ n എന്താ? രണ്ട് n ടേം വരുന്നുണ്ട്. ഏതൊക്കെ വരും? n1 n2. പ്രൈമറിയിലുള്ള ടേൺസ് അല്ലെങ്കിൽ ഫസ്റ്റ് കോയിലുള്ള ടേൺ ഇൻറ്റു രണ്ടാമത്തെ കോയിലുള്ള ടേൺ ഡിവൈഡഡ് ബൈ s. Okay, M is equal to n1 n2 divided by reluctance. Derivation ഒന്നും വേണ്ട. M is equal to n1 n2 by reluctance. ഓക്കെ, reluctance S equal to നമുക്ക് എന്ത് ചെയ്താം? എസിന് പകരം എന്ത് ചെയ്താം? L by mu A. L by mu A. അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. L by mu A. ഓക്കെ, അപ്പോൾ മ്യൂച്വൽ ഇൻഡക്ടൻസിൻ്റെ ഇക്വേഷൻ ആണ് M is equal to n1 n2 ഡിവൈഡഡ് ബൈ n സ്ക്വയർ. L ആണെങ്കിൽ n സ്ക്വയർ ബൈ റിലക്ടൻസ്, കാരണം ഒരു കോയിലേ ഉള്ളൂ, അതിൻ്റെ നമ്പർ ഓഫ് ടേൺ ആണ് n. അപ്പോൾ n സ്ക്വയർ ബൈ s ആണ് സെൽഫ് ഇൻഡക്ടൻസിൻ്റെ. മ്യൂച്വൽ ഇൻഡക്ടൻസ് രണ്ട് കോയിലുള്ളതുകൊണ്ട് n1 n2 ബൈ റിലക്ടൻസ് s. ഇക്വേഷൻസ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ ഒരു ടേമും കൂടിയുണ്ട്, ഇതിൻ്റെ നോട്ട്സിൽ എഴുതിയിട്ടില്ല ഞാൻ. കോയിഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ്. കോയിഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ്. എന്താണ് കോയിഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ? ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സിൻ്റെ എല്ലാ ഭാഗവും എവിടെ എത്തുന്നില്ല? രണ്ടാമത്തെ കോയിലിലേക്ക് എത്തുന്നില്ല. ഓക്കെ, 512 എന്ന് പറഞ്ഞൊരു ഭാഗം മാത്രമേ രണ്ടാമത്തെ കോയിലിലേക്ക് എത്തുന്നുള്ളൂ. അപ്പോൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത ഫ്ലക്സിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് നമ്മൾ രണ്ടാമത്തെ കോയിലിലേക്ക് എത്തുന്ന ആ ടേമിനെ വിളിക്കുന്ന പേരാണെന്ത്? കോയിഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ്. കോയിഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, കെ ഇസ് ഈക്വൽ കോയിഫിഷ്യൻ്റ് കപ്ലിംഗ് എന്ന് വെച്ചാൽ നമ്മൾക്ക് ഇവിടെ കോയിഫിഷ്യൻ്റ് കപ്ലിംഗിന് എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളതാണ്. ഇപ്പോൾ കെ ഈക്വൽ ടു 1 എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്താ? കെ ഈക്വൽ ടു 1 ആണെങ്കിൽ എൻ്റെ മീനിങ് എന്താ? നമ്മൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്ത നമ്പർ 1 കോയിലിൽ പ്രൊഡ്യൂസ് ചെയ്ത എല്ലാ ഫ്ലക്സും എവിടെ എത്തും? രണ്ടാമത്തെ കോയിലിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ കെൻ്റെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. കപ്ലിങ്ങിൻ്റെ വാല്യൂ 1 ആയിരിക്കും. പക്ഷേ ഒരിക്കലും എന്തായാലും കപ്ലിങ്ങിൻ്റെ വാല്യൂ 1 ആയിരിക്കില്ല. എപ്പോഴും കെ ഇസ് ഓൾവേസ് ലെസ് ദാൻ 1 ആയിരിക്കും. ഓക്കെ, കെ ഇസ് ഓൾവേസ് ലെസ് ദാൻ 1 ആയിരിക്കും. കാരണം എന്താ? ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഫ്ലക്സും എന്തായില്ല? രണ്ടാമത്തേലേക്ക് എത്തില്ല. കുറച്ച് എയർ ഗ്യാപ്പിലൂടെ ലീക്കേജ് ആയി പോകും. അതിന് ലീക്കേജ് ഫ്ലക്സ് എന്നൊക്കെ പറയും. അപ്പോൾ എപ്പോഴും കെൻ്റെ വാല്യൂ എന്തായിരിക്കും? ലെസ് ദാൻ 1 ആയിരിക്കും. ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ട ഒരു ഇക്വേഷൻ ഉണ്ട്, കെൻ്റെ കോയിഫിഷ്യൻ്റ് ഓഫ് കപ്ലിങ്ങിൻ്റെ ഇക്വേഷൻ. ഒന്ന് നോട്ട് ചെയ്യാം. കാരണം ഇത് നോട്ടിലുണ്ടാവില്ല, നിങ്ങൾക്ക് വീഡിയോയിൽ മാത്രമേ കാണുള്ളൂ. നോട്ടിൽ എഴുതാൻ വിട്ടുപോയി. ഇക്വേഷൻ എഴുതിയേക്കുക. കെ ഇസ് ഈക്വൽ ടു എം ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് L1 L2. ഇത് വെച്ചിട്ട് പ്രോബ്ലം ചോദിക്കാറുണ്ട്. ജസ്റ്റ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. എമ്മിൻ്റെ വാല്യൂവും തരും, L1ൻ്റെയും L2ൻ്റെയും വാല്യൂ തരും. ഓക്കെ, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. കെ ഇസ് ഈക്വൽ ടു എം ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് L1 L2. ഇത് ഇക്വേഷൻ മാത്രമായിട്ട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. കോയിഫിഷ്യൻ്റ് ഓഫ് കപ്ലിങ്ങിൻ്റെ ഇക്വേഷൻ കെ ഇസ് ഈക്വൽ ടു എം ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് L1 L2. അതിൽ എം എന്ന് പറഞ്ഞത് മ്യൂച്വൽ ഇൻഡക്ടൻസ്, L1 എന്ന് പറയുന്നത് ഫസ്റ്റ് കോയിലുള്ള സെൽഫ് ഇൻഡക്ടൻസ്, L2 എന്ന് പറയുന്നത് രണ്ടാമത്തെ കോയിലുള്ള സെൽഫ് ഇൻഡക്ടൻസ്. ഓക്കെ, ഇതാണ് എന്ത്? കോയിഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ്. എത്ര ഫ്ലക്സ് ആണ് രണ്ടാമത്തെ ഇതിലേക്ക് എത്തിയത്, അതിൻ്റെ വാല്യൂ. കെ ഇസ് ഈക്വൽ ടു എം ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് L1 L2. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്, ഇലക്ട്രോ മാഗ്നറ്റിസത്തിൽ വരുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് ക്ലാസ് മുതൽ ഡയറക്റ്റായിട്ട് എങ്ങോട്ടേക്ക് പോകും? നമ്മുടെ ഇലക്ട്രിക്കൽ മെഷീൻസിലേക്ക് പോകും. ഓക്കെ, മെഷീൻസിൽ ആദ്യം DC ജനറേറ്റർ മുതൽ ബാക്കി കാര്യങ്ങളാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ വരിക.